ഹലോ, ഗുഡ് ഈവനിങ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. വളരെ നല്ലൊരു സായാഹ്നം നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. വളരെ മനോഹരമായ ഈ സായാഹ്നത്തിൽ നമ്മൾ കേരളത്തിന്റെ രാഷ്ട്രീയ പൾസ് അറിഞ്ഞുള്ള യാത്ര മധ്യ കേരളത്തിൽ എത്തി നിൽക്കുകയാണ്. കേരളത്തിന്റെ ഒത്ത നടുക്ക് എന്ന് പറയാവുന്ന വിധത്തിൽ വളരെ ശക്തമായ രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളും ഒരുപാട് സംഭവങ്ങളും അതിനേക്കാൾ ഉപരി ആഘോഷങ്ങൾ കൊണ്ട് കേരളത്തിന്റെയും രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ആകെ ശ്രദ്ധയിലേക്ക് വെത്തുന്ന ശക്തന്റെ തട്ടകത്തിൽ, ശക്തിയുള്ള തട്ടകത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. തൃശൂർ കോർപ്പറേഷൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെ ചിന്തിക്കും എന്ന് പരിശോധിക്കുകയാണ് ന്യൂസ് മലയാളത്തിന്റെ പൊളിറ്റിക്കൽ മാസ്. എനിക്കൊപ്പം തൃശൂരിലെ പ്രബുദ്ധരായ വോട്ടർമാരും രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും ഒപ്പം 3 മുന്നണികളെയും പ്രതിനിധീകരിക്കുന്ന പ്രധാനപ്പെട്ട അവരുടെ പ്രതിനിധികളും ചേരുകയാണ്. ആദ്യം തന്നെ അതിഥികളെ പരിചയപ്പെടുത്താം. LDF-ൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത് ശ്രീ KS റോസൽ രാജാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. NDA-യിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നത് ശ്രീ പ്രിഞ്ചു മഹാദേവ് ആണ്. ഒപ്പം തന്നെ UDF-ൽ നിന്ന് ഡോക്ടർ സോയ ജോസഫ് അല്പസമയത്തിനോടകം തന്നെ ചർച്ചയുടെ ഭാഗമാകും. തൃശ്ശൂരിലെ വോട്ടർമാർ നമുക്കൊപ്പം ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. ആദ്യം തന്നെ ഭരണകക്ഷി എന്ന നിലയിൽ ശ്രീ റോസൽ രാജ് 5 കൊല്ലം ഭരിച്ചു, എന്ത് നേടി, എങ്ങനെ നടത്തി തൃശ്ശൂർ കോർപ്പറേഷനെ കഴിഞ്ഞ 5 വർഷം LDF? തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ ഇടതുപക്ഷം നേരിടുന്നത്. കോർപ്പറേഷൻ രൂപീകരിച്ചിട്ട് ശേഷം കേവലം 15 വർഷം മാത്രമാണ് ഞങ്ങൾ ഭരണം നടത്തിയിട്ടുള്ളത്. ഭൂരിഭാഗവും കാലഘട്ടവും ഈ പഴയ മുനിസിപ്പാലിറ്റിക്കും പുതിയ കോർപ്പറേഷനും എല്ലാം നേതൃത്വം കൊടുത്തത് കോൺഗ്രസ്സാണ്. ഈ 15 വർഷക്കാലത്ത് വലിയ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഒന്ന്, നമ്മളിവിടെ ഒത്തുചേരുന്ന EMS സ്ക്വയർ നമുക്കതിനൊരു ഉദാഹരണം. അതുപോലെ തന്നെ യുനെസ്കോയുടെ ലേണിംഗ് സിറ്റി പട്ടികയിൽ പെട്ട ഇന്ത്യയിലെ 3 നഗരങ്ങളിൽ ഒരു നഗരം തൃശ്ശൂർ നഗരമാണ്. ഈ ശക്തൻ മാർക്കറ്റിലെ ആകാശപാത, ആ വികസന പ്രവർത്തനങ്ങളിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. മനുഷ്യൻ്റെ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം വർദ്ധിപ്പിക്കുന്നതിൽ ഊന്നൽ കൊടുക്കുന്ന പ്രസ്ഥാനം. കുടിവെള്ള പ്രശ്നം വലിയ തീവ്രമായി നിലനിന്നിരുന്ന ഒരു കോർപ്പറേഷനും ഇപ്പോൾ ഒരു 95% കുടിവെള്ള പ്രശ്നം ഇവിടെ പരിഹരിക്കാൻ വേണ്ടി ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്, മാലിന്യ പ്രശ്നം വലിയ പ്രശ്നമായി മാറിക്കൊണ്ടിരുന്നു. ലാലൂര് ഈ ലോകം തന്നെ അറിയപ്പെടുന്ന മാലിന്യത്തിൻ്റെ കേന്ദ്രമായിരുന്നു. അത് ഈ തൃശ്ശൂർ കോർപ്പറേഷനിൽ കീഴില്ല. ഇന്ന് ആ മാലിന്യ കേന്ദ്രം മാറി അവിടെ ഇന്ത്യൻ ഫുട്ബോൾ താരം ഇതിഹാസമായിട്ടുള്ള IM വിജയൻ്റെ പേരിലുള്ള ഒരു സ്പോർട്സ് കോംപ്ലക്സ് അവിടെ വന്നു. അവിടെ ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട്. ഏഷ്യയിൽ തന്നെ 3ാമത്തെ ഏറ്റവും വലിപ്പമുള്ള ഇൻഡോർ സ്റ്റേഡിയം ഇന്ന് തൃശ്ശൂരുണ്ട്. അവിടെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ഫുട്ബോൾ കോർട്ടുണ്ട്, അതിന് ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്, അതിന് പൗലിയൻ സംവിധാനങ്ങളുണ്ട്, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, വോളിബോൾ കോർട്ടുണ്ട്, ബാസ്കറ്റ് ബോൾ കോർട്ടുണ്ട്. അങ്ങനെ കായിക മേഖലയ്ക്കകത്ത് ഒരുപാട് പ്രവർത്തനം ചെയ്തിട്ടുണ്ട്. അതുപോലെ പെലയുടെ പേരിൽ പറവട്ടാനി വസൂരി പറമ്പ് എന്നറിയപ്പെടുന്ന സ്ഥലം ഇന്ന് പെലയുടെ പേരിൽ അറിയപ്പെടുന്ന അവിടെ ഗ്രൗണ്ട്. അങ്ങനെ ആരോഗ്യ മേഖല എടുത്തു കഴിഞ്ഞാൽ, റോഡിൻ്റെ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, എല്ലാ കാര്യങ്ങളിലും ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ഈ പറഞ്ഞ ചെറിയ കാലയളവിനകത്ത് കഴിഞ്ഞിട്ടുണ്ട്. നേരെ മറിച്ച് BJP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. BJPക്ക് ഇവിടെ MP ഉണ്ട്. കോൺഗ്രസ് ദീർഘകാലം ഇവിടെ നേതൃത്വം കൊടുത്ത ആളുകളാണ്. അവർക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം പോലും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ്. ശ്രീ റോസൽ രാജ്, ഒരു സംശയം സ്വാഭാവികമായും എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന സംശയം, ഇത്രയും വികസന പ്രവർത്തനങ്ങൾക്ക് താങ്കൾ പറയുന്ന പോലെ ലോകത്തിന്റെ മുന്നിലേക്ക് തൃശ്ശൂരിനെ വെച്ചിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ നിങ്ങളുടെ മുഖമായിരുന്ന മേയർ നിങ്ങൾക്കൊപ്പമുണ്ടോ? മേയറെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസിന് 24, LDF-നും 24, മേയർ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരാളാണ്. സ്വതന്ത്രമായി നിൽക്കുന്ന ഒരാളെ കൂട്ടിച്ചേർത്തിട്ടാണ് LDF ഭരണം നേതൃത്വം കൊടുത്തത്. ഈ പറഞ്ഞ മേയറാണെങ്കിൽ മുൻകാലം കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിനൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി പറ്റാത്തതിൻ്റെ ഭാഗമായിട്ടാണ് മേയറും ഇടതുപക്ഷവും ഐക്യപ്പെടുന്നത് വികസനത്തിൻ്റെ കാര്യത്തിലാണ്. ആ കാര്യത്തിൽ ഇടതുപക്ഷം പൂർണ്ണമായി വിജയിച്ചു എന്ന് പറയാൻ വേണ്ടി പറ്റും. ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നൊരു പ്രസ്ഥാനമല്ല. ഞങ്ങൾ ഞങ്ങളുടെ വികസന പ്രവർത്തനങ്ങളിൽ ഊന്നൽ കൊടുക്കൽ. ആ കാര്യത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അഭിമാനപുരസ്സരം പറയാൻ വേണ്ടി പറ്റും. ഈ ബഹുമാനപ്പെട്ട മേയറെ വെച്ചുകൊണ്ട് കഴിഞ്ഞ 5 വർഷം തൃശ്ശൂർ നഗരത്തിൽ ഇന്ന് വരെ കാണാത്ത തരത്തിൽ, വേണ്ട ഇന്ത്യയിൽ ഒരു നഗരത്തിലും കാണാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റി. ആ മേയറെ പിന്തുണയ്ക്കുന്നതും അതിനോടൊപ്പം നിൽക്കുന്നത് ഇടതുപക്ഷമാണ് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആ നേട്ടം കൈവരിക്കാൻ വേണ്ടി. പക്ഷെ അദ്ദേഹം ഇന്ന് പരസ്യമായി പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു, ഞാൻ LDF-നൊപ്പം ഇല്ല, ഇടതുപക്ഷത്തിനൊപ്പം ഇല്ല. അത് നിങ്ങളുടെ ന്യൂനതയല്ലേ? അങ്ങനെയല്ല, അദ്ദേഹം ഇടതുപക്ഷം അല്ല, അത് ആദ്യം മനസ്സിലാവും. അല്ല, പക്ഷെ നിങ്ങൾക്കൊപ്പം ഇല്ല എന്ന് പറയുന്നു. ഇത്രയും വലിയ നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കൊപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ആ നേട്ടങ്ങളുടെ മുഖമായി നിൽക്കാൻ അദ്ദേഹം വേണ്ട. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങൾ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന പ്രസ്ഥാനമല്ല.
ഞങ്ങൾ നയങ്ങൾ നടപ്പിലാക്കുന്ന ആളുകളാണ്, നയങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന ആളുകളാണ്. ഓരോ നിലപാടുകളുണ്ട്. ആ നിലപാടുകളുടെ ഭാഗമായി ഞങ്ങളുടെ നിലപാട് എന്താ? കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളാണ് ഭരണം വരുന്നതെങ്കിൽ തൃശ്ശൂർ നഗരത്തിൽ ഇന്ന് കാണുന്ന തരത്തിൽ വികസനം നടക്കില്ല. ഞങ്ങൾ ഇടപെട്ട് ഈ പറഞ്ഞ മേയറും കൂടി ഞങ്ങളുടെ ഒപ്പം നിർത്തിയതിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് അഭിമാന പുരസ്സരം പറയാൻ വേണ്ടി പറ്റേ ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി പറ്റിയത് ഇടതുപക്ഷം, ഈ പറഞ്ഞ മേയറും ഇടതുപക്ഷം ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇനിയും ഇതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്ന ഉറച്ച ആത്മവിശ്വാസം ഉണ്ട് ഞങ്ങൾക്ക്. ശരി, വ്യക്തമാണ്. ഡോക്ടർ സോയ ജോസഫ്, സ്വാഗതം. അദ്ദേഹം റോസൽ രാജ് പറഞ്ഞതുപോലെ തൃശ്ശൂരിനെ ഒരു പൂങ്കാവനമാക്കി മാറ്റിയോ ഇടതു ഭരണം? ക്രിയാത്മക പ്രതിപക്ഷമായി മാറിയിട്ടുണ്ടോ കോൺഗ്രസും UDF-ഉം? തീർച്ചയായിട്ടും തൃശ്ശൂര് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഇവരോട് പൂങ്കാവനമാക്കി മാറ്റിയതിൻ്റെ കഥ പ്രത്യേകിച്ച് ഞാൻ ഇവരോട് പറയേണ്ടതില്ല. അവർ തന്നെ, റോസൽ രാജ് തന്നെ നേരത്തെ പറഞ്ഞല്ലോ, വളരെ കുറഞ്ഞ കാലം മാത്രമാണ് ഇടതുപക്ഷത്തിൻ്റെ സംവിധാനത്തിൽ ഇവിടെ ഭരണം ഉണ്ടായിരുന്നത്. അതിനു മുൻപും ഇവിടെ തൃശ്ശൂരുണ്ടായിരുന്നു. തൃശ്ശൂർ ഏറ്റവും ഭംഗിയായി തന്നെ, അല്ലെങ്കിൽ അപ്പോഴൊക്കെ വളരെ കൃത്യമായി തന്നെ കേരളത്തിൻ്റെ സാംസ്കാരികതയെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുഴുവൻ വികസനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ തൃശ്ശൂരിൻ്റെ ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് ഇവിടെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ പുതിയൊരു ട്രെൻഡാണിത്. 2014 ശേഷം പിന്നെ BJP നരേന്ദ്രമോദി ഉണ്ടാക്കിയ എന്തോ ഒന്നിൻ്റെ പേരാണ് ഇന്ത്യ. 2016 പിണറായി വിജയൻ മഴുവഴിഞ്ഞുണ്ടാക്കിയ എന്തോ ഒന്നിൻ്റെ പേരാണ് കേരളം. ഇതുപോലെയാണ് പറഞ്ഞു വെക്കുന്നത്. ഇത് ഇത്തരത്തിലുള്ളൊരു നരേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. 5 കൊല്ലം കൊണ്ട് നിങ്ങൾ ചെയ്തത് ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോൺഗ്രസ് ചെയ്തു വെച്ചതിൻ്റെ, അല്ലെങ്കിൽ ആ ചെയ്തു വെച്ചതിനെയൊക്കെ എത്രത്തോളം പൂർത്തീകരിക്കാൻ പോലും കഴിഞ്ഞു എന്നുള്ളത് ടൗൺ പ്ലാനിൻ്റെ കാര്യത്തിൽ പോലും വലിയ അപകടകരമായിട്ടുള്ള, അല്ലെങ്കിൽ അതുപോലും ഏറ്റവും വൃത്തിയായോ മര്യാദയ്ക്കോ നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വലിയ കാര്യം. ആ കാര്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കാൻ, തൃശ്ശൂരിലെ വോട്ടർമാരിലേക്ക് എത്തിക്കാൻ പ്രതിപക്ഷ നിലയിൽ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായും ഒരു സംശയവും വേണ്ട. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ മേയറുടെ കാര്യം ചോദിച്ചല്ലോ. അപ്പൊ മേയർ ഒരു ഡമ്മിയായിരുന്നു. മേയർ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എവിടെ വേണമെങ്കിലും ആടിക്കളിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞിരാമനെ മുൻപിൽ നിർത്തിക്കൊണ്ടുള്ള സംവിധാനമല്ല ഇനി തൃശ്ശൂർ വരാൻ പോകുന്നത്. അത് വളരെ കൃത്യമായി ഐക്യജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് തൃശ്ശൂരിൻ്റെ ഭരണം, അത് കഴിഞ്ഞ തവണ ഒരു അബദ്ധം സംഭവിച്ചു. എല്ലാ കാലത്തും ഇത് നമ്മൾ ഈ പറയുന്ന പോലെ, നാട്ടുമ്പുറത്ത് പറയുന്നത് പോലെ, ഈ ചക്ക വീണെന്ന് മുയൽ ചത്തതാ. അത് എല്ലാ കാലത്തും തൃശ്ശൂരിൻ്റെ മണ്ണ് എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ മണ്ണാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. അത് ഏറ്റവും കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ അത് മാറും. കഴിഞ്ഞ തവണ ഇപ്പോൾ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ പിന്നെ ന്യൂനതകളോ കുറവുകളോ ഒക്കെ സംഭവിച്ചുകൊണ്ടതായിരിക്കാം അത്തരത്തിലൊരു ചെറിയ പിഴവ് സംഭവിച്ചിട്ടുണ്ടാവുക. ആ പിഴവിനെ ഉപയോഗിച്ചുകൊണ്ട് അതൊരു പിഴവാണെന്ന് ഇവരും സമ്മതിച്ചല്ലോ. മേയർ LDF അല്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കോൺട്രാക്ട് തീർന്നു. കഴിഞ്ഞ 5 കൊല്ലമായി തൃശ്ശൂരിൻ്റെ മുഖമായിരുന്ന ഒരാൾ പറയാണ്, ഞാനും LDF-ഉം തമ്മിലുള്ള കോൺട്രാക്ട് തീർന്നു എന്നാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്തായിരുന്നു ഇടതുപക്ഷമെന്നും അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ സംവിധാനങ്ങൾ എന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായി ആളുകൾക്ക് വളരെ കൃത്യമായി തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. തീർച്ചയായും. പ്രിന്റു, കഴിഞ്ഞ 5 വർഷം BJP എന്താണ് തൃശ്ശൂരിൽ ചെയ്തത്? അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്. രാജ്യം നിങ്ങളെ കാണുന്നത്, തൃശ്ശൂരിനെ കാണുന്നത് സുരേഷ് ഗോപിയുടെ മണ്ഡലം എന്ന നിലയിൽ കൂടിയാണ്. തീർച്ചയായും BJP എന്താണ് തൃശ്ശൂരിന് വേണ്ടി ചെയ്തത് എന്നത് എൻ്റെ സുഹൃത്തായിട്ടുള്ള റോസൽ രാജ് തുടക്കത്തിൽ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു ഈ EMS സ്ക്വയർ ഉണ്ടാക്കിയത് ഇടതുപക്ഷമാണെന്ന്, ആകാശപാത ഉണ്ടാക്കിയത് ഇടതുപക്ഷമാണെന്ന്, മാലിന്യം നിൽക്കാനുള്ള സംസ്കരണം നടത്തിയത് ഇടതുപക്ഷമാണ്. അല്ല, മോദി സർക്കാർ നൽകിയിട്ടുള്ള അമൃത് പദ്ധതിയുടെ 650 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ റോസൽ രാജ് നിങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറയുന്നത്. ആ 650 കോടി രൂപ എത്ര കോടി എവിടെ പോയെന്ന ചോദ്യമൊക്കെ ഇപ്പോൾ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ആദരണീയനായിട്ടുള്ള സുരേഷ് ഗോപി ഇവിടുന്ന് MP ആകുന്നതിനേക്കാൾ മുമ്പ് തന്നെ അദ്ദേഹം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വികസനത്തിന് കൃത്യമായി ശ്രദ്ധ ചെലുത്തിയിരുന്നു. അദ്ദേഹം MP ആകാത്ത സമയത്താണ് നോക്കൂ, കേരളത്തിൽ തന്നെ അനവധി പൗരാണിക കാലഘട്ടം പോലെ തന്നെ തൃശ്ശൂർ മാർക്കറ്റിന് വലിയ പ്രസക്തിയുണ്ട്. ചരിത്രപരമായിട്ടുള്ളൊരു മാർക്കറ്റാണ്. ഇപ്പോഴും നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആ മാർക്കറ്റ് കേരളത്തിൽ തന്നെ ഏറ്റവും ശോചനീയമായ അവസ്ഥയിലുള്ളൊരു മാർക്കറ്റാണ്. ആ മാർക്കറ്റിന് ഒരു മുഖച്ഛായ നൽകിക്കൊണ്ട്, ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മാലിന്യ സംസ്കരണത്തിൻ്റെയോ അല്ലെങ്കിൽ മാലിന്യം കൊണ്ട് മൂക്ക് പൊത്തിക്കൊണ്ട് ആളുകൾ പോകുന്ന സാഹചര്യത്തിൽ നിന്ന് മാറിയത് അവിടെ സുരേഷ് ഗോപി 1 കോടി രൂപ കൊടുത്തപ്പോഴാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, മാലിന്യ പ്രശ്നം വലിയ പ്രശ്നമാണ്. ലാലൂര് ഞങ്ങൾ ക്ലീനാക്കി എന്നാണ് പറയുന്നത്. റോസൽ രാജ് പറഞ്ഞ ശരിയാണ്. ലാലൂരിലെ മാലിന്യ പ്ലാന്റ് മാറ്റിക്കൊണ്ട് അവർ ചെയ്തത്
നഗരമധ്യത്തിൽ മറ്റൊരു മാലിന്യ കൂമാരം ഉണ്ടാക്കുകയാണ് ചെയ്തത്. നിങ്ങൾ ശക്തന്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾ ഈ മീഡിയ ഒന്ന് ചെന്നാൽ കാണാം, അവിടെ മറ്റൊരു ലാലൂര് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഇവരുടെ വികസനം. ഗതാഗത സൗകര്യമായിക്കോട്ടെ, അടിസ്ഥാന ജനങ്ങളുടെ സൗകര്യമായിക്കോട്ടെ. നേരത്തെ പറഞ്ഞു കുടിവെള്ളം എല്ലായിടത്തും എത്തിയെന്ന്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ കുടിവെള്ളം എത്തിയത് മോഡി സർക്കാർ നൽകിയിട്ടുള്ള അമൃത പദ്ധതിയുടെ 56 കോടി രൂപയുടെ വികസനത്തിന്റെ ഭാഗമാണ്. അതിലും 20 കോടി രൂപയുടെ അഴിമതി നടത്തിയിട്ട് CAG റിപ്പോർട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇപ്പോഴും ഇവർ പറയുന്നു 10,000 കുടുംബങ്ങൾക്ക് വെള്ളം എത്തി, ശുദ്ധജലം എത്തിയെന്ന്. ആ ശുദ്ധജലം നേരിട്ട് കുടിക്കുന്ന ഒരു തൃശ്ശൂരിലെ സ്വദേശിയെ ചൂണ്ടിക്കാണിക്കാൻ റോസൽ രാജിന് സാധിക്കുമോ? അങ്ങനെയാണല്ലോ ശുദ്ധജലം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിനകത്ത് നിത്യോപയോഗത്തിന് ഉപയോഗിക്കണം. ഇപ്പോഴും വലിയ വാട്ടർ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ ശുദ്ധജലം കുടിച്ചു കഴിഞ്ഞാൽ ഒരു 15 ദിവസം അടുപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ മാരകമായ അസുഖങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറ്റുന്നതാണ് ഇവരുടെ ശുദ്ധജല വിതരണത്തിന്റെ അടിസ്ഥാനം. അല്ല, സുരേഷ് ഗോപി ഇവിടെ MP ആവുന്നതിന് മുൻപും അതിനുശേഷം അദ്ദേഹം ആവർത്തിക്കുന്ന ഒരു കാര്യം, ഇതിനെ വലിയൊരു നഗരമാക്കി മാറ്റും. തൃശ്ശൂർ വലിയ നഗരമാണ്, സംശയമില്ല. പക്ഷേ ഒരു മെട്രോ നഗരത്തിന് തുല്യമാക്കി മാറ്റും എന്ന് അദ്ദേഹം വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. ഇനി ഇത്രയും കാലം കഴിഞ്ഞല്ലോ, അദ്ദേഹം അങ്ങനെ ചെയ്തു. തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനന്തമായിട്ടുള്ള സാധ്യതകളുള്ളൊരു നഗരമാണ്. ശക്തനും പാറക്കുട്ടി നേതിയാരമ്മയും ചെയ്തതിനപ്പുറത്തേക്ക് ഒരു വികസനവും ഒരു മുന്നണിയും ചെയ്തിട്ടില്ല. ലോകത്തിൽ തന്നെ അനന്തമായിട്ടുള്ള സാധ്യതകളുള്ളൊരു നഗരമാണ്. അതുകൊണ്ട് സുരേഷ് ഗോപി നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ 55 കൗൺസിലർമാരോടും പറഞ്ഞു, MP ഫണ്ട് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രപ്പോസൽ വെക്കുക. സ്വാഭാവികമായിട്ട് ഇത്തവണത്തെ MP ഫണ്ടിൽ നിന്ന് ഒരു വാർഡിന് 35 ലക്ഷം രൂപയുടെ MP ഫണ്ട് ലഭിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, BJPയുടെ 6 കൗൺസിലർമാരൊഴികെ ഒരാളും പ്രപ്പോസൽ വെച്ചില്ല. 6 കൗൺസിലർമാർ പ്രപ്പോസൽ വെച്ചപ്പോൾ അവിടെ പദ്ധതി പാസ്സായി. പക്ഷേ ഇവരെ പ്രപ്പോസൽ വെക്കാതെ ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് അങ്ങനെ സുരേഷ് ഗോപിയുടെ പേര് വെച്ചുകൊണ്ടുള്ള വികസനം ഈ തൃശ്ശൂർ നഗരത്തിന് വേണ്ട. CPM ഒരു കൗൺസിലർ വെച്ചില്ല, കോൺഗ്രസിന്റെ ഒരു കൗൺസിലർ വെച്ചില്ല. അപ്പൊ സുരേഷ് ഗോപി MP പണമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഹൈമാ സ്ലേറ്റിനകത്ത് അദ്ദേഹത്തിന്റെ പേര് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി 49 സ്ഥലത്തെയും വികസനം മുരടിപ്പിച്ച ആളുകൾക്ക് പിന്നെ എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവിടെ മെട്രോ നഗരമാക്കാൻ സാധിക്കുക? ശ്രീ റോസൽ രാജ്, രണ്ടുപേരും പറഞ്ഞതിന് മറുപടി നൽകണം. ഊതി വീർപ്പിച്ച ഒരു ബലൂൺ, അതായിരുന്നു കഴിഞ്ഞ വർഷത്തെ 5 വർഷത്തെ ഭരണം. ഞാൻ നേരത്തെ പറഞ്ഞു, എണ്ണി പറയാൻ വേണ്ടി പറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ, കണ്ണു തുറന്നു വീക്ഷിക്കുന്ന രാഷ്ട്രീയ അന്ധതയില്ലാത്ത ഏത് കോൺഗ്രസ്സുകാരനും BJPക്കാരനും കാണാൻ വേണ്ടി പറ്റുന്ന വികസന പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിനെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. സുരേഷ് ഗോപി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയും, പുലിക്കളി ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ആഘോഷം തൃശ്ശൂർക്കാർ. ആ പുലിക്കളിക്ക് 5 ലക്ഷം രൂപ കൊടുക്കാം എന്നൊരു വാഗ്ദാനം നൽകിയിട്ടായിരുന്നു. എല്ലായിടത്തും ബോർഡ് വെച്ചു തൃശ്ശൂർ നഗരത്തിൽ. ഒറ്റ പൈസ പോലും ഇതുവരെ അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ഇവിടെ പല വർത്തമാനങ്ങളും പറഞ്ഞു. ഇവരെല്ലാത്തിനും പ്രഖ്യാപനം നടത്തും, പുറമോടിയിൽ വല്ലാത്ത വർത്തമാനം പറയുക, വലിയ ഫ്ലെക്സുകൾ അടിച്ചു വയ്ക്കും, ചെയ്യാത്ത കാര്യത്തിന് നുണ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതെല്ലാം ചെയ്യുന്ന, കളവ് പറയുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നുണയല്ലാതെ വായിൽ നിന്ന് ഒന്നും വരാത്ത ആളുകളാണ് BJP. അത് ഈ നാട്ടിലെ മനുഷ്യരുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. ഈ നാട്ടിൽ, നിങ്ങളുടെ ഈ നാട്ടിനകത്ത് ജനങ്ങളോട് നോക്കാമല്ലോ, കുടിവെള്ളത്തിന്റെ കാര്യം പറഞ്ഞു. മറ്റു നഗരങ്ങളിൽ ഇല്ലാത്തൊരു കുടിവെള്ളത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പുലിക്കളിയുടെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുന്നത് ഒരുപാട് വേദികളിൽ അത് കാശ് കൊടുത്തു. അതാണ് അറിയേണ്ടത്. ഞാൻ പറയാം, ഒരൊറ്റ മിനിറ്റ്, ഞാൻ അതിലേക്ക് വരാം. റോസൽ രാജ് പറഞ്ഞ അഭിപ്രായം എന്താ മേയർക്കില്ലാത്തത്? എന്താ സുരേഷ് ഗോപിയെ കുറിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ, ഇവരുടെ കൂടെ നിന്നിട്ട് 24 കൗൺസിലർമാർക്ക് പൈസ കൊടുത്തിട്ടുണ്ടോ എന്നത് പറയും. മറുപടി വിഷയം മാറ്റി പോകരുത്. അതായത് ശ്രീ പ്രിന്റു കാശ് കൊടുത്തിട്ടുണ്ടോ? കാശ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പറയട്ടെ, കഴിഞ്ഞൊരു ചാനൽ ചർച്ചയിലും ഇവരിങ്ങനെ പറയുന്നത് കേട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, സുരേഷ് ഗോപി നേരിട്ടുള്ള ഫണ്ട് കൊടുത്തു. 50,000 രൂപ എല്ലാ പുലിക്കളി സംഘം അദ്ദേഹത്തിന്റെ കയ്യിലെ പണം കൊടുത്തത്. കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. അത് റോസൽ രാജിന് അറിയില്ലേ? നേരിട്ട് എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, ഏത് കേന്ദ്ര പദ്ധതിയുടെ പണം അനുവദിച്ചാൽ നേരിട്ടിട്ട് ഒരു MP കൊടുക്കുക? കഴിഞ്ഞ നിങ്ങളുടെ BJP പറഞ്ഞറിയോ, ഞങ്ങൾ കളക്ടറിനെ വിളിച്ച് കളക്ടറിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്, കളക്ടർ പോയി അല്ല, നിങ്ങൾ മനസ്സിലാക്കണം, ഈ കേന്ദ്ര ടൂറിസം വകുപ്പ്
ഒരു ഫണ്ട് പാസ്സാക്കി കഴിഞ്ഞാൽ അത് കൊടുക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ്. ചേട്ടാ, ഇങ്ങനെ ഫണ്ട് മണ്ടപ്പോ- കൊടുക്കേണ്ട ഇങ്ങനെ ഉത്തരവാദിത്തം പറയല്ലേ? കേന്ദ്രത്തിനുള്ളൂ. അങ്ങനെയൊന്നല്ല. നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ? നിങ്ങൾ നുണ പറയല്ലേ? നിങ്ങൾ നുണ അല്ല, പറയല്ലേ? അതിലൊരു നുണ സംശയം. പറയല്ലേ? നമ്മളെ ഈ കേന്ദ്ര പദ്ധതികളുടെ കാശ് അവിടെ നിന്ന് തന്നെ വരുന്നല്ലേ? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ പ്രശ്നം നിങ്ങൾ ആളുകൾക്ക് മനസ്സിലാക്കേണ്ടത് കിട്ടിയിട്ടുണ്ടോ MP ഫണ്ട് എന്നുള്ള ആയിക്കോട്ടെ, ചോദ്യം വരാം. MP ഫണ്ട് ആയിക്കോട്ടെ. അതെ, അത് നിർത്തുന്നത് നല്ലത്. ഇനി അതിന് നേരം കളഞ്ഞിട്ട് കാര്യമില്ല. അവസരം MP ഫണ്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം ആവശ്യമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, MP ഫണ്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രം 2 കേരള സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ തൃശ്ശൂർ കളക്ടറേറ്റിനകത്തുണ്ട്. എത്തിയിട്ടുണ്ടോ? പറയുന്നു കേൾക്ക്. ഈ പണം ഓക്കെ, എന്താണ് വോട്ടർമാർക്ക് പറയാനുള്ളത്? എന്തോ നമ്മൾ കേൾക്കാം. ആ, പറയൂ. എന്താ ചേട്ടാ? നമ്മുടെ ഇന്ത്യയിൽ ഒരു എം പിമാർക്കുള്ള MP ഫണ്ട് ഒരു കൊല്ലത്തെ എത്ര അറിയോ? 5 കോടി രൂപയാണ്. ഇപ്പൊ ചേട്ടൻ ഇവിടെ നുണ പറഞ്ഞു, ഓരോ ഡിവിഷൻ ഞാൻ 35 ലക്ഷം വെച്ചിട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ 55 ഡിവിഷന് കൂടിയിട്ട് 35 ലക്ഷം കൂടി 5 കോടി രൂപയാണ് MP ഫണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. 7 അല്ല, മറുപടി പറയട്ടെ. ബിജെപി ഭരിക്കുന്ന 35 ലക്ഷം പറഞ്ഞു ഡിവിഷനിൽ ഈ ഫണ്ട് കിട്ടിയോ? 55 ഡിവിഷൻ എന്റെ സുഹൃത്തെ 55 × 55 കൂടി ചേട്ടൻ എന്റെ സുഹൃത്തെ കൊടുക്കാനല്ലേ സുരേഷ് ഗോപി നിങ്ങൾ കൊടുത്തോ? നിങ്ങൾ പ്രപ്പോസൽ വെച്ചോ? അല്ല, വെറുതെ ചോദിച്ചാണ് സുരേഷ് ഗോപി. ആളെ പറ്റിക്കാൻ ചോദിച്ചാണ്. ആളെ പറ്റിക്കാൻ ചോദിച്ചാണ്. ഞാൻ ചോദിക്കട്ടെ, MP ഫണ്ട് മേടിച്ചെടുക്കേണ്ടത് കൗൺസിലർമാരാണ്. നിങ്ങളുടെ കൗൺസിലർ പ്രപ്പോസൽ വെക്കാതെ ഞങ്ങളുടെ കുട്ടിയല്ല. അല്ല, അത് കുഴപ്പമില്ല. ഇത് ഇവിടുത്തെ സുരേഷ് ഗോപിയുടെ എല്ലാ ഫണ്ടിങ് ഇതുപോലെ തന്നെയാണ്. ഇത് കൊടുക്കാം വേണോ എന്ന് ചോദിക്കും. ഇത് കൊടുക്കാൻ വേണ്ടിയൊന്നും അല്ല. അപ്പൊ 55 പേര് കൊടുക്കുമായിരുന്നു. നിങ്ങളുടെ കൗൺസിലർമാർ ഒപ്പിട്ട് കൊടുക്കാത്തോണ്ടാണ് നിങ്ങൾ പ്രപ്പോസൽ വെച്ചിട്ടില്ല. അദ്ദേഹം സുരേഷ് ഗോപി എംപിയുടെ ഫണ്ടിന് വേണ്ടിയിട്ട് UDF-ന്റെയും LDF-ന്റെയും ഒരു കൗൺസിലർ പ്രപ്പോസൽ വെച്ചിട്ടുണ്ടോ? യാതൊരു സംശയം വേണ്ട. ഈ പറഞ്ഞ ഫണ്ടുകളൊക്കെ മനുഷ്യന്റെ ഞങ്ങളുടെയൊക്കെ നികുതി പണമാണല്ലോ. ഞങ്ങൾക്ക് ഒരാളുടെ നികുതി പണം വാങ്ങുന്നതിനോട് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ സുരേഷ് ഗോപിയുടെ പ്രത്യേകത എന്താ അറിയോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഖ്യാപനം നടത്തും, എന്നിട്ട് ഫ്ലെക്സ് അടിച്ചു വെക്കും, എന്നിട്ട് ഒരു വാർഡ് മെമ്പർ ആയിക്കോട്ടെ ഒരാൾക്ക് പോലും, ഒരു ഡിവിഷനിൽ ഒരാൾക്ക് പോലും പണം കിട്ടില്ല. ഈ പറഞ്ഞ ആകെ ചെയ്യുന്ന എന്താ അറിയോ? ആകെ ഇവർ ചെയ്യുന്നത് പ്രപ്പോസൽ വെക്കില്ല. സുരേഷ് ഗോപിയുടെ എംപി പണം കിട്ടണ്ടേ? ഞങ്ങൾ പ്രപ്പോസൽ വെക്കാത്ത ഒരു പ്രശ്നമില്ല. ഞാനൊരു കാര്യം പറയാം. MLA മാരും MP മാരും ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യം പറഞ്ഞു. അതിനൊരു പ്രത്യേക അനുമതി ഒന്നും വേണ്ട. അവിടെ കൊണ്ട് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാം. കോർപ്പറേഷനോ അല്ലെങ്കിൽ പഞ്ചായത്തിനോ നിർദ്ദേശം കൊടുക്കുക, അതിന്റെ മെയിൻ്റനൻസ് നടത്തണം. ഇതാണ് പതിവ്. അതിന് സുരേഷ് ഗോപി ഒരു സ്ഥലത്തൊന്നും അനുമതി വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ രീതിയാണെന്ന്. നമ്മുടെ നാട്ടിലെ രീതിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ കോർപ്പറേഷൻ നമുക്ക് അവസരം തരും. ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. ആളുകൾ കേൾക്കുന്നല്ലേ. ആള് പറയുന്നത് മറുപടി പറയാം, കൃത്യമായ മറുപടി പറയാം. സഹകരിക്കുക. റോസൽ കംപ്ലീറ്റ് ചെയ്യട്ടെ. റോസൽ ഒരു 2 മിനിറ്റിലെ കാര്യം പറയും. യെസ്. അപ്പൊ ഈ കോർപ്പറേഷൻ മാത്രമല്ലല്ലോ സുരേഷ് ഗോപിയുടെ പ്രവർത്തനം വരുത്തി. എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? കോർപ്പറേഷൻ വിട്ടോ നിങ്ങൾ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. ഇയാൾ എന്താ വിചാരിച്ചിരിക്കുന്നോ? അയാൾ രാജാവും ബാക്കിയുള്ളവർക്ക് പ്രജകള്, അടിമകൾ. കലിങ്ങിന്റെ പുറത്ത് വരാം, വഴിമാറെന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ നാണക്കേടാണ്. ഇവിടെ ഇങ്ങനെ ഒരു MP ഉണ്ട്. കേരളത്തിന് മുന്നിൽ, രാജ്യത്തിന് മുന്നിൽ നാണക്കേടാകാം. ഇതുപോലെ മനസ്സിന് സ്ഥിരതയില്ലാത്ത ഒരു മനുഷ്യനെ താങ്ങേണ്ട ഒരു ഗതികേട് ഞങ്ങളുടെ MP ആണെന്ന് പറയേണ്ട ഒരു നാണക്കേട് അനുഭവിച്ചുകൊണ്ടിരിക്കും. അത് BJPക്ക് ഉണ്ട്. അല്ലല്ല, അടുത്ത പ്രയോഗമല്ല ഇത്. നമ്മുടെ പൊതുസമൂഹത്തിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ആളുകളല്ലേ. ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. നമുക്ക് യാതൊരു സംശയവും വേണ്ട, എന്തോ പ്രശ്നമുണ്ട് ആൾക്ക്. ശരി, ഓക്കെ. സോയ്ക്കും കൂടെ പറഞ്ഞിട്ട് പ്രിന്റുവിന് മറുപടി പറയാം. ഈ പറയുന്നത് പോലെ ഈ പ്രഖ്യാപനങ്ങൾ നടത്തുക എന്നുള്ളതല്ല. ഇപ്പൊ ഇവർ ഫ്ലെക്സ് വെച്ചപ്പം നേരത്തെ പറയുന്നത് പോലെ ഇവിടെയുള്ള പുലിക്കളി സംഘവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ചോദിച്ചാൽ അവർക്ക് പണം കിട്ടിയോ? ഇതാണല്ലോ വേണ്ടത്. പണം കിട്ടി എന്ന് പറഞ്ഞ്, പണം കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം
പണം കിട്ടണം എന്നുള്ളതാണ്. അത് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തവമുള്ള കാര്യം. അപ്പോൾ ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തി പോവുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ നേരത്തെ ഇവരുടെ കയ്യിൽ കുറേ ലിസ്റ്റ് ഉണ്ട് പ്രഖ്യാപനങ്ങളുടെ. പിന്നെയും ചോദിച്ചാൽ പ്രിന്റ് പറയും. പ്രിന്റുവിൻ്റെ കയ്യിലും ഇവിടെ വരുന്ന എല്ലാ BJP പ്രതിനിധികളുടെ കയ്യിലും ഇദ്ദേഹം പ്രഖ്യാപിച്ചതായിട്ടുള്ള വലിയ പദ്ധതികളുടെ ലിസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതൊന്നും അവരുടെ രീതികൾ പോലെ തന്നെയാണ്, മണ്ണിലേക്ക് ഇറങ്ങുന്നില്ലല്ലോ. മണ്ണിലേക്ക് ഇറങ്ങുന്ന സംവിധാനങ്ങളുമായി പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട. നേരത്തെ ഇവർ ചോദിച്ച ചോദ്യത്തിന് മറുപടി തരാൻ ആദ്യം എനിക്ക് അവസരം തന്നു. സാമാന്യ സമയമെടുത്തു. നിങ്ങൾ സമയമെടുത്തു. ഞാൻ സംസാരിച്ചില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പൊ കുടിവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിച്ചു. പക്ഷേ തൃശ്ശൂർ നഗരത്തിൽ കിട്ടുന്ന കുടിവെള്ളത്തിന്റെ സുരേഷ് ഗോപിന്റെ പ്രശ്നം സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിക്കേണ്ട ആവശ്യമില്ല. അത് ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കാര്യങ്ങൾ. എല്ലാവർക്കും തൃശ്ശൂരിലെ സാമാന്യ ജനതയ്ക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളല്ലാതെ മറ്റൊന്നും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അവരുടെ കയ്യിൽ ഒരുപാട് കുടിവെള്ളത്തിന്റെ പ്രശ്നം സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ പ്രിന്റ് ഒന്നും നിങ്ങളുടെ ആരോപണത്തിന് മറുപടി പറയാം. അവരുടെ ആരോപണത്തിന് മറുപടി പറയാം. ഇപ്പൊ റോസൽ രാജ് ഇപ്പൊ CPM-കാര് സുരേഷ് ഗോപി അംഗീകരിച്ചില്ല എന്ന് വിചാരിച്ച് അദ്ദേഹം തൃശ്ശൂരിന്റെ MP അല്ലാതെ ആകുന്നൊന്നുമില്ലല്ലോ. നിങ്ങളുടെ കലിപ്പ് നമുക്ക് മനസ്സിലാവും എന്താണെന്ന്. കാരണം ഇടതിന്റെയും വലതിന്റെയും കോട്ടക്കൊത്തകളും തകർത്തുകൊണ്ട് തൃശ്ശൂരിന്റെ മണ്ണിൽ അത്ഭുത താമര വിരിച്ചതിന്റെ താമര എല്ലായ്പ്പോഴും അത്ഭുതം തന്നെയാണ്. എന്താ സംശയം? അത് ബീഹാറിൽ കാണുന്നു. അല്ല, ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. അപ്പോ റോസൽ രാജിന്റെയും പാർട്ടിക്കാരുടെയും വേലൊക്കെ അങ്ങ് CPM-കാർ കയ്യിൽ വെച്ചാൽ മതി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപി MP ആയതിനു ശേഷം ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാൻ വേണ്ടിയിട്ട് കലിങ്കിൽ പോയിട്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് പോലെ ഈ പിണറായി വിജയന് റോസൽ രാജിന് ധൈര്യമുണ്ട്. പിണറായി വിജയൻ ഇങ്ങനെ ഇരുന്നിട്ട് കലിങ്കിന് മുമ്പിൽ ജനങ്ങളോട് സംവദിക്കാൻ ജനങ്ങളുടെ MP കലിംഗ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ആശ്രയമാണ്. വൈകുന്നേരങ്ങളിൽ സായം സന്ധ്യകളിൽ സംസാരിക്കുന്നതാണ്. കലിംഗ സംവാദത്തിന്റെ കാര്യം പറഞ്ഞു. ഈ അടുത്ത തൃശ്ശൂർ ചേർപ്പിൽ ഒരു കലിംഗ സംവാദം നടന്നു. അവിടെ ഒരു കൊച്ചു വേലായുധൻ പറഞ്ഞൊരു ചേട്ടൻ വന്നു. വളരെ പ്രായമായ ഒരു മനുഷ്യൻ, ഒരുപാട് പ്രതീക്ഷയിലാണ് സംവാദത്തിലേക്ക്. അദ്ദേഹത്തിൻ്റെ വീട് വളരെ ശോചനീയ അവസ്ഥയിൽ. ആ ശോചനീയ അവസ്ഥയുടെ നിവേദനം കൊടുക്കാൻ വേണ്ടി ആ മനുഷ്യനോട് കടുത്ത അനീതി കാണിച്ച് ഈ പറഞ്ഞ MP പരിഹസിച്ച് പുറത്താക്കുക ചെയ്ത് ആ പറഞ്ഞ കൊച്ചുവേലായതായിട്ടന് വീട് വെച്ച് കൊടുത്ത പ്രസ്ഥാനത്തിന്റെ വക്താവായിട്ട് ഞാനിവിടെ വന്നിരിക്കുന്നു. BJP-യിൽ പ്രതീക്ഷിച്ചു പോയ ആളാ. മനസ്സിലാക്കണം. അവിടുത്തെ വാർഡ് മെമ്പർ CPM, ബ്ലോക്ക് മെമ്പർ CPM, ജില്ലാ പഞ്ചായത്ത് വീട് വെച്ചു കൊടുത്ത് എന്നിട്ട് 25 CPM-കാരന് വീട് കൊടുക്കാൻ നിങ്ങളെ മെമ്പർക്ക് പറ്റിയില്ല. കേന്ദ്രമന്ത്രിക്ക് കാരണം അയാൾക്കൊരു വീട് വെച്ചു കൊടുത്തു നിങ്ങള്. സുരേഷ് ഗോപി കാരണം ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്താ പറയുക? ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യം ഈ കേരളത്തിൽ ഒരാൾ പോലും വീടില്ലാത്തതുണ്ടാവാൻ വേണ്ടി പാടില്ല. 4,71,000 വീടിന്റെ പണി കഴിപ്പിച്ച് താക്കോല് കൈമാറിയ പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. 1,79,000 വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക. ഈ പ്രവർത്തനം സംഘടിപ്പിക്കുമ്പോഴാണ് ഇങ്ങനൊരു വീട് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഈ കേരളത്തിൽ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന ഏതൊരു മനുഷ്യനെ കണ്ടു കഴിഞ്ഞാലും, വീട് കണ്ടു കഴിഞ്ഞാലും അത് ഞങ്ങൾ പരിഹരിക്കും. ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ നിമിഷങ്ങൾക്കകം പരിഹരിക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അത് മാത്രമല്ല, കുടിവെള്ളത്തിന്റെ പ്രശ്നം നേരത്തെ പറഞ്ഞ കാര്യം, കുടിവെള്ളത്തിന്റെ പ്രശ്നം പറഞ്ഞു. ആ കുടിവെള്ള പ്രശ്നം നിങ്ങൾ നോക്കും. മറ്റു കോർപ്പറേഷനുള്ള സംവിധാനമല്ല ഇവിടെ ആദ്യം ഒരു ശുചീകരണം നടക്കും. അതിനുശേഷം കുടിവെള്ളം കുടിക്കാൻ വേണ്ടി പറ്റുന്ന പൈപ്പിന്റെ മുമ്പിൽ പോയി കുപ്പി വെച്ചിട്ടോ ഗ്ലാസ് വെച്ചിട്ടോ കുടിക്കാൻ പറ്റുന്ന കുടിവെള്ളം കൊടുക്കുന്ന കോർപ്പറേഷനാ. ഇവിടെ ഒന്ന് കൈ പൊന്തിക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൈ പൊന്തിക്കും. നമ്മൾ കുടിക്കാം. കോർപ്പറേഷൻ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ, കുടിക്കുന്ന ആളുകൾ നോക്ക്. കുടിക്കുന്ന കോൺഗ്രസിന്റെ കാര്യം പറയട്ടെ. അല്ല, നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കൂ. എന്റെ അവസരം കഴിയട്ടെ. എന്റെ അവസരം നിങ്ങൾ ഇവിടെ ചോദിച്ചു. അവിടെ ഇരിക്കേ അഭിമാനം, അവിടെ ഇരിക്കേ അഭിമാനം, അവിടെ ഇരിക്കേ. അത് ഞാൻ പറയൂ. എന്റെ അവസരം എന്തായി? നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനകത്ത് കോൺഗ്രസിന്റെ വക്താവോട് പറയുന്നുണ്ട്, അവർ വല്ലാത്ത പ്രതീക്ഷയിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച്.
ഈ പറഞ്ഞ തദ്ദേശ സ്ഥാപനത്തിലുള്ള തെരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഈസി വാക്കോവർ നൽകിയിരിക്കും. 2 ഉദാഹരണം ഞാൻ പറയും. ഒരു വീട് കളിക്ക് MLA ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ, അനിൽ അക്കര. ആ അനിൽ അക്കര വീട് കളിക്ക് ഞങ്ങൾ അങ്ങനെ പറയാം, അദ്ദേഹം ഇപ്പോൾ പഞ്ചായത്തിലേക്ക് മത്സരിക്കുക. എന്താ കാര്യം? തരും. എന്താ കാര്യം? ഇനി MLA നിന്നിട്ട് കാര്യമില്ല എന്നറിയാം. അല്ല, അത് മോശം കാര്യമാണ്. അല്ല, എന്റെ സംശയം അത് മോശം കാര്യമാണോ? നിങ്ങളുടെ മുൻ MLA മാർ മത്സരിക്കുന്നില്ലേ പഞ്ചായത്ത്? ഞാൻ പറയുന്നത് നോക്കൂ, ഞങ്ങളുടെ മുൻ MLA മാർ മത്സരിക്കുന്ന ആളുകൾ എങ്ങനെയാ? ഭാവിയിലേക്ക് വരാൻ വേണ്ടി പോകുന്ന ആളുകളല്ല. ഇതൊക്കെ സജീവമായി കോൺഗ്രസിൽ മാത്രമല്ല, അനിലക്കരയ്ക്ക് എന്താ അടുത്ത വടക്കാഞ്ചേരിയിൽ കോൺഗ്രസിന്റെ മുഖം എന്ന് പറയുന്ന അനിലക്കര തന്നെയാ. ആ അനിലക്കര അടുത്ത പ്രാവശ്യം അവിടെ നിന്ന് കഴിഞ്ഞാൽ 8 നിലയിൽ പൊട്ടും. അവിടെ പഞ്ചായത്തില് വാർഡ് മെമ്പർ ആവാൻ നോക്കി, പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ വേണ്ടി പരിശ്രമ. ഞങ്ങൾ ഇവിടെ ഉറപ്പ് പറയുന്നു, അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പോയിട്ട് വാർഡ് മെമ്പർ പോലും ആകാൻ വേണ്ടി അനിലക്കര. പിന്നെ ശബരിനാഥൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, MLA ആയിരുന്നു. ഭാവിയിൽ വേണമെങ്കിൽ മന്ത്രിയൊക്കെ ആവാം, കോൺഗ്രസിന് നേതാവ്. അദ്ദേഹവും തോറ്റു പിന്മാറി. എന്ത് കോർപ്പറേഷനിലേക്ക് മത്സരിക്കും. ഇനിയാ ഇവരൊരു സംവിധായകനെ കൊണ്ടു. എത്ര ദയനീയമായി നോക്കും. വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒരു മനുഷ്യനെ വന്ന് കോമാളിയാക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരല്ല കോൺഗ്രസ്. എങ്ങനെ അതോദിച്ചിരിക്കുന്നു? വോട്ടർ പട്ടിക പരിശോധിക്കാതെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന ഏതൊരു പാർട്ടിയുള്ളൂ? സമയം തരണം. വളരെ സന്തോഷം അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യത്തിന്. അനിലക്കര ഞങ്ങളുടെ മുൻ MLA ആണ്. ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടെ തന്നെയാണ് അദ്ദേഹം പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നു, ശബരിനാഥൻ കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നു. വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ MLA മാർ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് മെമ്പർമാരോ പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആവും. നിങ്ങളുടെ ഒരു MLA ഉണ്ടല്ലോ, പത്മകുമാർ, ജയിലിലേക്കാ പോയത്, പഞ്ചായത്തിലേക്കല്ല. കൈയടിക്കേ. എന്തേ കൈയടിക്കാൻ ബുദ്ധിമുട്ട്? ഞാൻ പറയട്ടെ റോസൽ രാജ്, ഞാൻ മിണ്ടിയില്ലല്ലോ റോസൽ രാജ് പറഞ്ഞു മിണ്ടില്ലല്ലോ. ഞാൻ മിണ്ടിയില്ലല്ലോ. അതിന് സഹിഷ്ണുത വേണം. ഞങ്ങളുടെ MLA മാർ പഞ്ചായത്തിലേക്ക് പോയി മത്സരിക്കട്ടെ. നിങ്ങളുടെ MLA മാർ വൈദ്യപരിശോധന കഴിഞ്ഞ് ജയിലിലേക്ക് പോകുന്ന രംഗങ്ങൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് കള്ളന്മാരും കൊള്ളക്കാരും ഞങ്ങളെ അളക്കാൻ വരണ്ട. അതുകൊണ്ട് നിങ്ങളത് ആലോചിച്ച് വിഷമിക്കണ്ട. ഞങ്ങളുടെ MLA മാർ എവിടെ നിൽക്കണം, എങ്ങനെ പോകണം എന്നൊക്കെ ഞങ്ങൾക്ക് കൃത്യതയുണ്ട്. അല്ലാതെ ജയിലിലേക്ക് പോകേണ്ട ഗതികേടൊന്നും ഞങ്ങൾക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ CPM ബേജാറാവണ്ട. ആ കർട്ടൻ റൈസർ തന്നെയാണ്. ഉപതെരഞ്ഞെടുപ്പുകൾ ഉൾപ്പെടെയുള്ള ഫലങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. അതുകൊണ്ട് അതങ്ങനെ ഒരു മാൻഡേറ്റ് ആണെന്ന് കഴിഞ്ഞ വർഷം കിട്ടി. അതിന്റെ കാരണമൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ ഡീലുകൾ എല്ലാ കാലത്തും നടക്കുമെന്നുള്ള ധാരണയൊന്നും വേണ്ട. അങ്ങനെ അയ്യന്റെ സ്വത്ത് കെട്ടവനെ സ്വന്തം ഈ നമ്മൾക്കറിയാം, ശബരിമല സീസൺ നടന്നുകൊണ്ടിരിക്കുക. എല്ലാ മലയാളികളും വിശ്വാസികളാ, ഞാനും നിങ്ങളും ഉൾപ്പെടെ. അതൊരു മതത്തിന്റെ ഭാഗമായി കാണുന്ന ആളുകളല്ല. ശബരിമലയിൽ നിന്ന് കൊണ്ടുവരുന്ന അരവണ പ്രസാദം കഴിക്കാത്ത ഒരു മലയാളി പോലും കേരളത്തിൽ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആ ശബരിമല അയ്യന്റെ വാതിൽ പാളികൾ, ദ്വാരപാലക ശില്പങ്ങൾ, ആ അയ്യനെ വരെ അടിച്ചു മാറ്റാൻ കൂട്ടുനിൽക്കുന്ന, അതിനെ ആ കട്ട് തിന്നാൻ കൂട്ടിക്കൊടുക്കുന്ന ആളുകളായി കേരളത്തിലെ CPM മാറുന്നു. പത്മകുമാറിനെ പിടിച്ചു, വാസുവിനെ പിടിച്ചു, വാസവനെയും പിടിക്കും, പിണറായി വിജയനെയും പിടിക്കും എന്നുള്ള കാര്യത്തിൽ അല്ല. ഈ നാട്ടിൽ വേറെ അന്വേഷണങ്ങൾ ഉണ്ടല്ലോ. ഈ നാട്ടിൽ പിണറായി വിജയന്റെ സംവിധാനങ്ങളുള്ളത്. സമയം അത് പറയാൻ നിങ്ങൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. അല്ല, ഈ പറയുന്നത് പോലെ അത് തീർച്ചയായും പിണറായി വിജയന്റെ പോലീസ് മാത്രമല്ല ഈ രാജ്യത്തുള്ളത്, വേറെ അന്വേഷണ ഏജൻസികളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആരുടെയെങ്കിലും ആയിക്കോട്ടെ. അല്ല, അതിപ്പോ ഇതാണ് കുഴപ്പം. അല്ല, കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഈ നാട്ടിലെ സ്വതന്ത്ര അന്വേഷണ ഏജൻസികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പിണറായിയുടെ ഏജൻസിയും മോഡിയുടെ ഏജൻസിയും നിങ്ങൾ സംസാരിച്ചത് പൊതുബോധ്യമാണ് സംസാരിച്ചത്. നാട്ടിലെ മനുഷ്യർക്കറിയാം ഇത് മോഡിയുടെയോ പിണറായിയുടെയോ ഉള്ളൂ. ഈ നാട്ടിൽ സ്വതന്ത്ര ഏജൻസികളില്ല. അതാണ് ഇതിന്റെ പ്രശ്നങ്ങൾ. കള്ളനെയും കൊള്ളക്കാരനെയും സംരക്ഷിക്കുന്ന സംവിധാനങ്ങളെ ഈ നാട്ടിലുള്ളൂ. അത്തരത്തിൽ ഭരണകൂടങ്ങൾ എനിക്ക് അവസരം വളരെ കുറച്ചേ തരുന്നു. ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, ഇടതുപക്ഷത്തിന്റെ നിലപാട് ഞങ്ങൾ പറഞ്ഞു. അയ്യന്റെ സ്വർണം കട്ട ആരായാലും അവർ സംരക്ഷിക്കപ്പെടില്ല എന്ന് പ്രഖ്യാപിക്കാൻ പറ്റുന്ന ആളുകളെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോ നിങ്ങൾ സംരക്ഷിക്കാൻ നിന്നാൽ സംരക്ഷണം കിട്ടുമോ? ഞാൻ പറഞ്ഞു. അപ്പോ
ഞങ്ങൾ അതിനകത്ത് ഉറപ്പ് പറയുന്നു, എത്ര വലിയ ഉന്നതനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കപ്പെടും. പക്ഷേ ആരോപണം ഇപ്പോൾ നിൽക്കുന്നുള്ളൂ, ആരോപണം തെളിയിക്കപ്പെടണുണ്ട് ഈ നാട്ടിനകത്ത്. പിണറായിലേക്ക് ഇവർ കണക്ട് ചെയ്യാൻ വേണ്ടി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ശ്രമം നടത്തും. കുറേ വർഷങ്ങളായില്ലേ ഞങ്ങളുടെ ഇടതുപക്ഷത്തിൻ്റെ നേതാവിനെ നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് നിങ്ങൾക്ക് തെളിയിക്കാനോ വസ്തുതയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞോ, നമുക്കൊരു നല്ല ചർച്ചയിലേക്ക് പോവാം, നല്ല ചർച്ചയിലേക്ക് പോവാം. വിശ്വസ്തൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ഞാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഒരാളെയും സംരക്ഷിക്കുന്ന ആളുകളല്ല. കോൺഗ്രസ് എന്താ, BJP എന്താ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എത്ര കോടി രൂപയുടെ പണം അപഹരിച്ച് കണ്ട് ഭൂമി തട്ടിപ്പ് നടത്തിയത്. അതിന്റെ നേതാവ് നിൽക്കുന്നത് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ നിലപാട് നോക്കുന്നത് ഈ പ്രിയപ്പെട്ട സഹോദരി എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ. അപ്പുറത്ത് പാലക്കാട് ഒരു ഗർഭം കലക്കി MLA ഉണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ. ഗർഭം കലക്കി അവരുണ്ടല്ലോ ഇപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്ന ആൾക്കാരാ, കൂടെ കൊണ്ടു നടക്കുന്ന ആളുകളാ. UDF പുറത്താക്കിന്ന് പറയുന്നത്, പുറത്താക്കിന്ന് പറയുന്നത് എന്ത് കാര്യമൊക്കെ ഞാൻ പറഞ്ഞു നോക്കൂ. രണ്ട് സ്ത്രീകൾക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? നിങ്ങളൊരു സ്ത്രീയല്ലേ, നിങ്ങളെ സ്ത്രീകളെ അപമാനിച്ച ഗർഭം കലക്കിയായ ഒരു MLA ന്യായീകരിക്കാൻ എന്ത് ലജ്ജയില്ല നിങ്ങൾക്ക്? എങ്ങനെ പറ്റുന്നു? സ്ത്രീയായ ഒരാൾക്ക് പറ്റും, സ്ത്രീയായ ഒരാൾക്ക് പറ്റും. അയ്യപ്പന്റെ സ്വർണം കട്ടവനെ CPM പുറത്താക്കിയിട്ടില്ല. ശരി, നമുക്ക് വോട്ടർമാർക്ക് എന്താ പറയാനുള്ളത് കേൾക്കാം. ചേട്ടാ ചുരുക്കത്തിൽ ചോദിക്കണം. ആരോട് ചോദ്യം? പ്രിന്റിനോട് ചോദിച്ചോളൂ. അവരാണുള്ള കേന്ദ്ര ഔദാര്യമല്ല. ഇവിടെ തൃശ്ശൂരില് ഒരു എയിംസ് സ്ഥാപിക്കാനായിട്ട് ഇവിടെ സ്ഥലം നോക്കി. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. പക്ഷെ പറയാൻ തന്നെ ഇവര് പറഞ്ഞു സുരേഷ് ഗോപി ആകെ വികസിക്കുകയാണെന്ന് പറഞ്ഞു. ഈ എയിംസിന് ഇവിടെ സ്ഥലം ഇവിടെ അനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആലപ്പുഴയിൽ കൊണ്ടുപോകും. ആലപ്പുഴയിൽ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ കണ്ണൂർ കൊണ്ടും. ഈ 3 ദിക്കിലും കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വേറെ സംസ്ഥാനത്തേക്ക് കൊണ്ടും. ഇതിൽ എന്ത് ന്യായമാണ് നമുക്ക് പ്രിന്റ് ഔട്ട്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേന്ദ്രം എന്ത് പദ്ധതി പ്രഖ്യാപിച്ചാലും ഭൂമി ഏറ്റെടുത്തു കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പിന്നെ ഇവിടെ ഫോറൻസിക് കോളേജിന് സുരേഷ് ഗോപി വന്നതിന് ശേഷം അദ്ദേഹം ആദ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതി പറയട്ടെ. ഫോറൻസിക് കോളേജിന് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലം കണ്ടെത്താൻ, തൃശ്ശൂരിൽ സ്ഥലം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്നില്ല? ഇനി പോട്ടെ, ആലപ്പുഴയിൽ അദ്ദേഹം പറഞ്ഞു, സുരേഷ് ഗോപി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആലപ്പുഴയിലോ തൃശ്ശൂരിലോ നിങ്ങൾ സ്ഥലം ഏറ്റെടുക്ക്, നിങ്ങൾ സ്ഥലം ഏറ്റെടുക്കാൻ ചങ്കുറപ്പ് കാണിക്കാൻ. BJPയുടെ പ്രതിനിധിയോട് ചോദിക്കാം. ഞങ്ങൾ ഇത്ര ലളിതോത്രം, റെയിൽവേ സംവിധാനം കൈകാര്യം ചെയ്യുന്നത് BJP അല്ലേ? ഇവിടെ എത്ര സ്ഥലങ്ങളിൽ ഞങ്ങൾ ഓവർ ബ്രിഡ്ജിന്, റെയിൽവേ മേൽപ്പാലത്തിന് ഇടതുപക്ഷം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. വല്ലാത്ത കാലതാമസം നേരിടാ. ഈ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിച്ചോടെ. എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾ തൃശ്ശൂർ കൊടുക്കാത്ത പ്രശ്നമുണ്ടോ? ഞങ്ങൾ എവിടെയാണ് പറഞ്ഞല്ലോ, ഫോറൻസിക് കോളേജിന് സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തിട്ടില്ല. ഈ തൃശ്ശൂരിലെ MP എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ നോക്കണം, തമിഴ്നാട്ടിൽ പാസാക്കിയ പദ്ധതി തൃശ്ശൂരിലേക്ക് കൊണ്ടുവന്നു. ഫോറൻസിക് കോളേജിന് വേണ്ടിയിട്ട് സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ വർഷമായിട്ട് ഇവിടെ പറയുന്നു നിങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്ക്. നോക്കൂ, എവിടെ തൃശ്ശൂർ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്ക്. എയിംസിന്റെ കാര്യമാണോ നിൽക്കട്ടെ? MP എന്ന രീതിയിൽ അന്ന് സ്ഥലം കൊടുക്കുന്നു, പിറ്റേ മണിക്കൂർ സ്ഥലം കൊടുക്കുന്നു പറഞ്ഞിട്ട് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞല്ലോ, മന്ത്രി പറഞ്ഞു എയിംസ് അവിടെ നിൽക്കട്ടെ. ഈ ഫോറൻസിക് കോളേജിന് ആദ്യം സ്ഥലം ഏറ്റെടുത്ത് കൊടുക്ക്. എന്നിട്ട് നിങ്ങൾ കേൾക്കാൻ തയ്യാറുണ്ടോ? ചേട്ടൻ ഈ എയിംസിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, ഈ തൃശ്ശൂരിൽ നിന്നിട്ടാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്. എയിംസിന്റെ സ്ഥലം ഒന്നും വേണ്ട, നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു മിനി മാസ്റ്റ് വെക്കാനുള്ള എന്തെങ്കിലും പദ്ധതി തൃശ്ശൂർ കോർപ്പറേഷനിൽ പാസ്സായിട്ടുണ്ടോ? തൃശ്ശൂർ കോർപ്പറേഷനിലെ 55 ഡിവിഷനിലെ 6 ഡിവിഷൻ കൈകാര്യം ചെയ്യുന്ന തൃശ്ശൂരിലെ BJP കൗൺസിലർമാരെ അവിടെ തൊട്ട് കാണിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മിനി മസ്റ്റ് ലൈറ്റോ ഒരു മൊട്ട ബൾബുണ്ടോ? ഒരു മൊട്ട ബൾബുണ്ടോ? ഒരു ഹൈ മാസ്റ്റ് ലൈറ്റ്
ഇല്ല. ഒരു ഹൈമാസ് റേറ്റും ഇല്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞു 10. ഞാൻ പറയും, ഞാൻ നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അത് തൃശ്ശൂർ കോർപ്പറേഷനിലെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പദ്ധതിയില്ല. ചേട്ടൻ ആരോട് ചോദിക്കാനുള്ളത്? എനിക്ക് പ്രിന്റ് എല്ലാം പ്രിന്റിനാണ്. കാരണം കല്യാണം കഴിക്കാൻ പോകുമ്പോ വിവാഹിതരാകുന്നു എന്ന് പറഞ്ഞാണ് കല്യാണം കൂടി അടിക്കാറ്. കഴിഞ്ഞു എന്ന് പറഞ്ഞ് കല്യാണം കൂടി അടിക്കാറില്ല. ഇവിടെ കാണിച്ചത് എന്താ? സുരേഷ് ഗോപി പുലിക്കളിക്ക് പൈസ കൊടുത്തു എന്നാണ് ഫ്ലെക്സ് അടിച്ചത്. കൊടുത്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ കൊടുത്തിട്ടുണ്ടോ? അതായത് സുരേഷ് ഗോപിയോ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ കേട്ടില്ലേ? നിങ്ങളുടെ എം പിക്ക് നേരിട്ട് പണം കൊടുക്കാൻ പറ്റില്ല. ഇതൊരു ഫെഡറൽ സംവിധാനമാണ്. ആരോട് ചോദിക്കാനുള്ളത്? അതെ, ഫെഡറൽ സംവിധാനമാണ്. അതെ, എഴുതി കൊടുത്തിട്ടില്ല എന്നല്ല പറഞ്ഞ സുരേഷ് ഗോപിക്ക്. ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് എഴുതി കൊടുത്ത ഒരു സംഭവം ഉണ്ടായിരുന്നു, മുണ്ടക്കൈ ചൂരൽമര ദുരന്തം. അതിന് നിങ്ങൾ എന്ത് ചെയ്തു? കൊടുത്തില്ലേ? ഇല്ല. ഞാൻ പറയട്ടെ. കേന്ദ്രം 418 കൊടുത്തത് പിന്നാരാ? 418 കോടി രൂപ കൊടുത്തതാരാ? വായ്പ കൊടുത്തു 132 കോടി രൂപ. സുഹൃത്തെ, ഇതിന് കള്ളക്കണക്ക് എഴുതി പിന്നെ 318 കോടി പിന്നെ ഇതുവരെ വീട് കൊടുത്തോ? ഒരു കാര്യം, 1000 കോടി രൂപ ആര് കൊടുത്തു? വിട്. ദുരന്തത്തില് ഒരു പാർട്ടി KPCC 100 വീടും അതുപോലെ AICC 100 വീടും യൂത്ത് കോൺഗ്രസിന് 30 വീടും പണിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1.25 വർഷം കഴിഞ്ഞു, ഇതുവരെ സ്ഥലം പോലും വാങ്ങിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ. പിന്നെ ഇവര് CPM തമ്മിൽ ഡീലാന്ന് പറഞ്ഞു. ഒരു മിനിറ്റ്. പിന്നെ അഴിമതിയെ കുറിച്ച് പറഞ്ഞു. നിങ്ങളുടെ എസ് ബാൻഡും കോമൺവെൽത്തും ടെട്ര ഇടപാടിലൊക്കെ നിങ്ങളുടെ കുറെ മന്ത്രിമാർ ജയിലിൽ കടന്നിട്ടുള്ള. ഇപ്പോഴും നിങ്ങൾ അവരെ ന്യായീകരിച്ച് നടക്കുകയാണ്. അത് വേറെ കാര്യം. ഇപ്പൊ നിലവില് 118 MP-മാരാണ്. മുമ്പ് കോൺഗ്രസിന്റെ നേതാക്കളാണ്, ഇപ്പൊ BJP MP-മാരാണ്. അതുപോലെ 6 മുഖ്യമന്ത്രിമാര്, 255 MLA-മാര് ഒക്കെ BJP-ലേക്ക് കൂറുമാറിയിട്ടാണ്. CPM BJP നിങ്ങൾക്ക് MP MLA ഞങ്ങളുടെ കുറ്റല്ല. നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറഞ്ഞു. സോയയുടെ ചോദ്യം അല്ല, സോയയുടെ ചോദ്യം. എനിക്ക് കോൺഗ്രസിന്റെ MLA-മാരുടെ മുഖ്യമന്ത്രിമാരുടെ ഒക്കെ കണക്ക് പറഞ്ഞു. ആ ത്രിപുര ഒരു കാലാകാലങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന സ്ഥല, അവിടെ പാർട്ടി ഓഫീസ് പോലും അവിടെ പിന്നെ എന്താ RSSന്റെ കേന്ദ്രങ്ങളായി മാറിയിരിക്കുക. പറയട്ടെ, ഡീലിനെ പറ്റി പറയട്ടെ. PM ശ്രീ ഒക്കെ ഒപ്പുവെച്ച് നടു നിവർത്തിയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഡീല് അല്ല, എല്ലാത്തിനും മറുപടി ഉണ്ട് ചേട്ടാ, ക്ഷോഭിക്കണ്ട. 1500 കോടി രൂപ കിട്ടാൻ വേണ്ടി വലിയ ദുരിതത്തിലാണ് സർക്കാർ എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് PM ശ്രീ ഒപ്പിടുന്നത്. അപ്പൊ ഒരു യാതൊരു PM ശ്രീ പറഞ്ഞിട്ട് വീടിന്റെ കാര്യം പറയും.
അല്ലാതെ റോസൽ രാജ് അങ്ങ് പറഞ്ഞോ, അല്ല അങ്ങ് പറഞ്ഞോ, അങ്ങ് പറഞ്ഞോളൂ, അങ്ങ് പറഞ്ഞോളൂ. നിങ്ങൾ പറയുന്നത് പറയാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. ഒരു മിനിറ്റ് ചേട്ടാ ഒന്ന് ഇരിക്കേ. അവർ വീടിന്റെ കാര്യം പറയട്ടെ, വീടിന്റെ കാര്യം പറയട്ടെ ചേട്ടാ. ഇരിക്കേ. മറുപടി പറയട്ടെ. അതിന് അവസരം തരൂ. എന്താ PMC ചോദിച്ചില്ലേ? ഡീലിനെ പറ്റി പറഞ്ഞില്ലേ? അല്ല, ഡീലിനെ അവരൊന്ന് പറ്റി ചോദിച്ചല്ലോ. മറുപടി ഡീലിനെ പറ്റി പറഞ്ഞോ. ചോദിച്ചല്ലോ. വളരെ കൃത്യമായി സർക്കാർ എത്ര കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നാട് മുഴുവൻ പിരിച്ചു കൊടുത്തത്? അതിന്റെ കണക്ക് പറയണം. വാടക പോലും പറയട്ടെ. വാടക പോലും അവിടുത്തെ ആളുകൾക്ക് വാടക കൊടുത്ത് ജീവിക്കാൻ പോലും നിവർത്തിയില്ലാതെ വാടക പോലും കൊടുക്കുന്നില്ല. അതുകൊണ്ട് സംസാരിക്കല്ലേ? അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കല്ലേ? അവർക്ക് 5000 രൂപ വെച്ച് കെൽപ്പില്ലാത്തൊരു സർക്കാർ ഇവിടെ ഭരിക്കുന്നത്. അല്ല, ഈ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അതാണല്ലോ പ്രശ്നം. പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് പൂർത്തിയാക്കും. കോൺഗ്രസ് വീട് വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട് വെച്ച് കൊടുക്കും. ഏത് സ്ഥലമാണെന്നുള്ള ആധാരം ഞാൻ കൊണ്ടുവന്നിട്ടില്ല. പിണറായി വിജയൻ കൊണ്ടുവന്ന ആധാരം കാണിച്ചായോ? ആ വാടക കൊടുത്തതിന്റെ വാടക ചീട്ട് കാണിച്ചായോ? പിണറായി വിജയനെ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് വാടക കൊടുത്തതിന്റെ വാടക ചീട്ട് കൊണ്ടുപോയോ? ആ വാടക കൊടുത്ത 5000 രൂപ വാടക കൊടുത്തതിന്റെ 5000 രൂപ തോൽക്കുമ്പോ 5000 കൊടുത്തിട്ട് കാര്യമില്ല. ഞങ്ങള് ഇവിടെ ഇത്ര ആത്മവിശ്വാസത്തിൽ പറയുന്നത് അറിയും. ഞങ്ങളൊക്കെ DYFIയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ. ഞങ്ങൾ ഈ നാട്ടിൽ ഒരു ദുരിതം ഉണ്ടായി. ഞങ്ങൾ തീരുമാനിച്ചത് ആദ്യം 25 വീട് പണിയാൻ വേണ്ടിയാണ്. ഞങ്ങൾ അതിന്റെ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഞങ്ങൾ പോലും വിചാരിച്ചില്ല 100 വീടിനുള്ള പണം 20 കോടി രൂപ കൊടുത്ത പ്രസ്ഥാനത്തിന്റെ ആളുകളാണ് ഞങ്ങളുടെ ആ സ്ഥലം ഞങ്ങൾ ഗവൺമെന്റിന് പണം കൈമാറി. അവിടെ ഞങ്ങൾക്ക് ആത്മവിശ്വാസം അല്ല ഞങ്ങൾക്ക് അത്ര ഉറപ്പുണ്ട്. നമുക്ക് അവിടെയൊക്കെ പോവാം. വയനാട് പോവാം, ചൂരൽമലയിൽ പോവാം, മുണ്ടക്കയിൽ പോവാം. അവിടെ ടൗൺഷിപ്പിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. 2 മാസം കൂടി ഈ വർത്താനുള്ളൂ. പിന്നെ PMCയുടെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. PMC പറയാൻ വേണ്ടി കോൺഗ്രസിന് എന്താ അവകാശം? ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോ വീടിന്റെ കാര്യത്തിനകത്ത് അവർക്ക് മറുപടി പറയാൻ വേണ്ടി പറ്റില്ല. PMCനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. ഞങ്ങൾ എന്താ, കേരളത്തിന്റെ പ്രത്യേകത എന്താ? കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ പ്രത്യേകത എന്താ? മികവിന്റെ കേന്ദ്രങ്ങളാണ്. ഇവിടുത്തെ എന്റെ സുഹൃത്തെ എന്ന് ഞാൻ സംസാരിക്കട്ടെ. അപ്പോ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്താ? ഈ രാജ്യത്ത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്, BJP ഭരിക്കുന്ന സംസ്ഥാനം. നമ്മുടെ നാഷണൽ NCERT പല പാഠഭാഗങ്ങളും വെട്ടിമാറ്റി. മുഗൾ ചക്രവർത്തികളുടെ കാര്യങ്ങളെക്കുറിച്ചുള്ളത് വെട്ടിമാറ്റി. ഈ നാട്ടിലെ ഈ മതേതരത്വവും അതുപോലെ തന്നെ മറ്റു പഴയ ചരിത്ര സ്വാതന്ത്ര്യ സമരവും എല്ലാം വെട്ടിമാറ്റി. ഈ കേരളത്തിൻ്റെ പ്രത്യേകത ഉണ്ടല്ലോ. ഈ കേരളത്തിൽ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്നത് ശാസ്ത്രബോധത്തിനും യുക്തിചിന്തയ്ക്കും ചരിത്രബോധത്തിനും ഊന്നൽ നടക്കുന്ന പ്രസ്ഥാനം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ അല്ല എന്ന് പഠിക്കുമ്പോൾ ഇവിടെ ഗാന്ധിയെ കൊന്നത് ഗോഡ്സെയാണ് RSS ആണ് എന്ന് പറയുന്ന പഠിപ്പിക്കുന്ന സ്ഥലം. നിങ്ങൾ പറഞ്ഞു ഞാൻ പറയട്ടെ RSS ഗോഡ്സെ തന്നെയാണ്, ഒരു സംശയമില്ല. ഗാന്ധിയെ കൊന്നത് RSS. എന്തായാലും തൃശ്ശൂരിലെ ചർച്ചകൾ ചൂടേറി തുടരുകയാണ്. റോസൽ രാജ് അത് വേഗം പറഞ്ഞ ഗാന്ധിയെ കൊന്നത് RSS തന്നെ, ബാബറി മസ്ജിദ് പൊളിച്ചതും RSS തന്നെ. അത് ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, ഈ കേരളത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളുടെ പൊതുവിദ്യാലയങ്ങൾ നിങ്ങൾ നോക്കൂ. ഇവിടുത്തെ സംസാരിക്കണ്ട, അതിന് മറുപടി പറയണ്ട. RSSനെ കുറിച്ചും നിങ്ങളൊന്നും പഠിപ്പിക്കണ്ട. ഈ നാട് ഭരിക്കുന്ന പ്രധാനമന്ത്രിയും അമിത്ഷായും ഗുജറാത്ത് കലാപം കൊണ്ട് 2 ദിവസം കൊണ്ട് 3000 പേരെ
നരഹത്യ ചെയ്ത ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കിരാതമാരായ ഭരണാധികാരികളാ. അല്ല, കുറ്റവിമുക്തരാക്കപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞു കുറ്റവിമുക്തരാക്കപ്പെട്ടില്ലേ? കുറ്റവിമുക്തരാക്കപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞു ഇവരുടെ അല്ല, അവര് പറയട്ടെ, പറഞ്ഞോ. അപ്പൊ നമ്മൾ വന്നു നിൽക്കുന്നത് PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ നിലപാട് എന്താ? ഇവര് ഞങ്ങൾക്ക് തരാൻ വേണ്ടിയുള്ള അവകാശപ്പെട്ട ഫണ്ട് എല്ലാം തടഞ്ഞു വെക്കുക. PM ശ്രീ ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഭാഗമായി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായി ബന്ധപ്പെട്ട വരുന്ന വിവാദപരമായ ഒരു കാര്യം കേരളത്തിൽ സ്ഥാപനത്തിൽ പഠിപ്പിക്കില്ല എന്ന ഉറപ്പ് ഇടതുപക്ഷത്തിനുണ്ട്. പണം ഒരു തരുന്നില്ല. ഈ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ നിങ്ങൾ നോക്കൂ. പിന്മാറിയിട്ടില്ല. മന്ത്രിയുടെ ഉപസമിതിയെ നിരക്ക് ഒന്നും കൂടി പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പിന്മാറിയിട്ടില്ല. നിങ്ങൾ ഈ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കൂ. ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോ, അബ്ദുറബ് ഭരിക്കുമ്പോ സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടായിരുന്നു. ഈ നാട്ടിൽ അടച്ചുപൂട്ടായിരുന്നു. ഞങ്ങൾ സമരം നടത്തിയതാ. ഞങ്ങൾ ഗവൺമെന്റ് സ്കൂളുകളിൽ പോയി നോക്കൂ. കേന്ദ്രങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അവിടെ നല്ല കെട്ടിടങ്ങൾ കാണാൻ വേണ്ടി പറ്റും. നല്ല ശുചിമുറി കാണാൻ വേണ്ടി പറ്റും. സൗജന്യമായ പാഠപുസ്തകം കൊടുക്കുന്നുണ്ട്. സൗജന്യമായ യൂണിഫോം കൊടുക്കുന്നുണ്ട്. ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. വിഭവസമൃദ്ധമായ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. സൗജന്യമായ യൂണിഫോം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഉച്ചഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ ഒരു ടീച്ചറെ കണ്ടു. ടീച്ചർ പറഞ്ഞു ഇപ്പൊ പുതിയ ഭക്ഷണത്തിന്റെ മെനു പരിഷ്കരിച്ചു. ഞാൻ പറഞ്ഞു ടീച്ചർ സ്കൂളിലേക്ക് കുട്ടികൾ വരുമല്ലോ ടീച്ചറെ എന്ന് ചോദിച്ചു. ടീച്ചർ പറഞ്ഞു ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. കാരണം രാവിലെ കോഴിയെ കോഴിയെ ഓടിച്ചിട്ട് മുട്ടയിട്ട് പിടിക്കണം. കാരണം പിണറായി വിജയൻ മെനു മാത്രമേ പരിഷ്കരിച്ചിട്ടുള്ളൂ, പണം പരിഷ്കരിച്ചിട്ടില്ല. അത് വളരെ കൃത്യമായി ഇതാണ് മെനു പരിഷ്കരിച്ചു, പക്ഷേ പണം കൊടുക്കൂല. ഇതാണ് കേന്ദ്രം നൽകിയ പണം കൊടുക്കില്ല. അങ്ങനെ പറയോ? അവസരം വരുമ്പോൾ നിങ്ങൾ സംസാരിച്ചോ. പിന്നെ PM ശ്രീയെ പറ്റി യാതൊരു ധാരണയുമില്ല. അതിന്റെ ക്ലോസിൽ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്, ഇതിന്റെ പണം കൈപ്പറ്റിയ ഇത് പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യണം. അതാദ്യം വായിച്ചു പഠിക്കണം റോസൽ രാജ്. അല്ലാതെ ഞങ്ങൾ വീണ ജോർജ് എന്ന് പറഞ്ഞു എന്താണ് ആരോഗ്യ കേന്ദ്രത്തിനൊന്നും ഞങ്ങൾ പേരിടൂല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നിങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളുടെ മുൻപിൽ ഒന്ന് പോയി നോക്കണം. വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി എന്ന് പറയാം. പ്രധാനമന്ത്രി RSSും കുഴപ്പമില്ല, ഒക്കെ ഞങ്ങൾ ഒപ്പിടും. ഇതൊന്നും പ്രശ്നമില്ല. അപ്പൊ വീണ ജോർജ് പറഞ്ഞു ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, ഞങ്ങള് ആ പേരൊന്ന് എഴുതി വെക്കണമെന്ന് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാ കുടുംബാരോഗ്യ ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതിന്റെ ക്ലോസ് എഴുതി വളരെ കൃത്യമായി ഇത് പഠിക്കണം. വളരെ കൃത്യമായി NEP ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ പറ്റി അതിന്റെ ക്ലോസിൽ സവിസ്തരം പറയുന്നുണ്ട്. നിങ്ങൾ ഇതിൽ പണം വാങ്ങിയാൽ, പണം കൈപ്പറ്റിയാൽ ഇതിന്റെ ക്ലോസുകൾ പാലിക്കേണ്ടി വരും, ഈ പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കേണ്ടി വരും എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. ആരുടെ കണ്ണിലായി പൊടിയിടാൻ ശ്രമിക്കുന്നത്? ആരോടാണ്? അർലേക്കർ വന്നിട്ട് പറയുന്നു. ആ അർലേക്കർ ഇവിടെ SFIക്കാരുണ്ടാവും. ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, പുറത്തുനിന്ന് ഭയങ്കര സമര, അകത്തുനിന്ന് പിണറായി വിജയൻ ചായ കൊടുക്കും, ദോശ കൊടുക്കും, കെട്ടിപ്പിടിക്കും. ആ പിണറായി വിജയനെ അപ്പൊ പിന്നെ എന്തിനാ സമരം ചെയ്ത്? SFIക്കാർക്ക് എന്താ പ്രയാസം? അല്ല, SFIക്കാർക്ക് എന്തിനായിരുന്നു പ്രയാസം? അർലേക്കറോട് എന്താ പ്രയാസം? എന്തായിരുന്നു? അല്ല, ചായ കൊടുക്കുന്നല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തമ്മിലൊക്കെ വളരെ കൃത്യമായ ഡീൽ ഉണ്ട് എന്നുള്ളത് നാട്ടുകാർക്കറിയാം. ലാവ്ലിൻ കേസ് എവിടെ? മോളുടെ മറ്റേ ഈ പറയുന്ന പോലെ SFI ഉൾപ്പെടെയുള്ള ഏജൻസികൾ കണ്ടുപിടിച്ച എക്സാലോജിക്ക എവിടെ? ലാവ്ലിൻ കേസ് എവിടെ? എന്താ പ്രയാസം? മകൻ അയച്ച നോട്ടീസ് എവിടെ? ഇതൊന്നും കാണൂല. രണ്ടു കൂട്ടരും ഈ PM ശ്രീ പദ്ധതിയെ കുറിച്ച് രണ്ടു കൂട്ടർക്കും വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അറിയില്ല. ഒന്ന്, ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് അക്കാദമിക് മേഖലയിലുള്ള ഓരോ ഇടപെടലും കേന്ദ്ര സർക്കാർ നൽകുന്നില്ല. ഭൗതിക സാഹചര്യങ്ങളുടെ വികസനത്തിനും ആസ്തി വികസനത്തിനും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടക്കമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാനാണ് PM ശ്രീ പദ്ധതി പറയുന്നത്.
ഒരു ബ്ലോക്ക് പഞ്ചായത്തിനകത്ത് 2 എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകൾക്ക് 75 ലക്ഷം രൂപ നൽകിക്കൊണ്ട് സ്കൂളിന്റെ നവീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ പണം. അല്ല, ഈ പിന്നെ സിലബസ് പച്ചവെള്ളം പോലെ ശുദ്ധമാണത്. ഒരു സംശയം വേണ്ട. ആണോ? അവിടെ സിലബസ് അവർക്ക് പ്രശ്നം പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒന്ന് നിങ്ങൾ ഒരു സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി പഠിപ്പിക്കുക. സോയ ഒരു പ്രൊഫസറാണ്, കോളേജിൽ പഠിപ്പിക്കുന്ന ഒരാളാണ്. അവരിങ്ങനെ സംസ്ഥാന സർക്കാർ ഇറക്കുന്ന പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ മാത്രമേ എയ്ഡഡ് സ്കൂളിലെയും ഗവൺമെന്റ് സ്കൂളിലെ അധ്യാപകർക്ക് സാധിക്കുള്ളൂ. അല്ലാതെ കേന്ദ്രം ഒരു PMC പദ്ധതിയിൽ ഒപ്പിട്ടത് കൊണ്ട് അവിടെ ഇന്നത് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അത് നടപ്പിലാവില്ല. അല്ല, നിങ്ങളുടെ സിലബസ് അല്ലേ അവിടെ? ആ സിലബസ് അല്ലേ സുഹൃത്ത്? അത് CBSE-ലോ ICSE-ലോ നടക്കും. അങ്ങനെ ഒരു സിലബസ് വെച്ചുകൊണ്ട് ഈ സംസ്ഥാന സിലബസ് മാറ്റുമല്ലേ? അങ്ങനെ എന്താ സുഹൃത്തെ പറയുന്നത്? SCRT NCR +2 വരെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട 2 കാര്യം. ഒന്ന്, നിങ്ങൾ അറിവില്ലെങ്കിൽ ഞാൻ പറയുന്നു ഒന്ന് കേൾക്ക്. SCRT ഉണ്ട്, NCRT ഉണ്ട്. വെറുതെ നിങ്ങൾ DYFയുടെ ക്ലാസ് കേട്ടിട്ട് സഖാക്കൾ കേട്ട് വരല്ലേ. SCRT NCRT ഉണ്ട്. SCRT-യുടെ മുഴുവൻ സിലബസും തയ്യാറാക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. NCR +2 മുതൽ അങ്ങോട്ടാണ് കേന്ദ്രം തയ്യാറാക്കുന്നത്. അപ്പൊ SCRT സ്കൂളുകളിൽ 1 ക്ലാസ് മുതൽ 10 ക്ലാസ് വരെ NCRT-യുടെ പുസ്തകമില്ലേ? ഏത് പുസ്തകമുള്ളത്? ഒരു പുസ്തകമില്ലേ? എന്തായി പറയുന്നത്? CBSE സ്കൂളുകൾ കേരളത്തിലുണ്ട്. അവിടെ എന്തിട്ട് പഠിപ്പിക്കണേ? PMC പദ്ധതി എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകളിലെ കുട്ടികളുടെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ CBSE ഇഷ്ടമുള്ള ചോയ്സ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഒന്നില്ലെങ്കിൽ പഠിച്ചു വന്ന് പറയും. ചേച്ചി കുറെ നേരം നിൽക്കുന്നു. ഒരു ചേച്ചി, ഒരു വനിത ആരോട് ചോദിക്കാനുള്ളത്? നമസ്കാരം, എന്റെ പേര് റാണിയാൻഡോ. അതെ, ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ കഴിഞ്ഞ തവണ തന്നെ ചാനൽ ചർച്ചയ്ക്ക് വന്ന് പറയാൻ തുടങ്ങിയപ്പോൾ തന്നെ മൈക്ക് കൊണ്ടുപോയി ഒച്ച ഉണ്ടാക്കില്ലെങ്കിൽ എനിക്കൊരു 4-5 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. എനിക്ക് 3 പാർട്ടികളോടും കൂടിയാണ് ചോദിക്കാനുള്ളത്. ഈ ചൂരൽമലയിലെ വിഷയം, ഈ 3 പാർട്ടിക്കാരും അവിടെ വാഗ്ദാനങ്ങൾ കൊടുത്തു. അവിടെ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് വാടക ഇല്ല, കിട്ടിയിട്ടില്ല. അവിടെ ഈ ഇതിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടുകൾ കിട്ടിയിട്ടില്ല. അതൊരു പരമമായ സത്യമാണ്. അവർക്ക് മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു സംവിധാനങ്ങൾ ഒരുക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന് പറ്റിയിട്ടില്ല, കേന്ദ്ര ഗവൺമെന്റിന് പറ്റിയിട്ടില്ല, പ്രതിപക്ഷത്തിനും പറ്റിയിട്ടില്ല. ഈ കാര്യം ഒരു സത്യമാണെന്ന് എന്നെ ശ്രവിക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം. ചൂരൽമലയിലുള്ള മുഴുവൻ ആളുകൾക്കും അറിയാം. ചൂരൽമലയിലുള്ള കാര്യം ഈ പൊതുസമൂഹത്തിന് മുന്നിലുള്ള ഒരു കാര്യം. അവിടെ വീടിന്റെ പണി നടക്കുന്നത് ഞങ്ങൾ എന്തോരം പ്രചരണം നടത്തുന്നുണ്ട്. ഞങ്ങൾ ജനുവരിയിൽ താക്കോല് കൊടുക്കാൻ വേണ്ടി പോവുക. അപ്പോഴെങ്കിലും ഈ വർത്തമാനം നിർത്തണേ. വെറുതെ രാഷ്ട്രീയ അന്ധത ബാധിച്ച് ഈ വർത്തമാനം പറയരുത്. ഞാനൊരു കാര്യം പറയണോ, നിങ്ങൾ ഈ പറഞ്ഞു ഞങ്ങൾ ജനുവരി മാസം നമ്മളിവിടെ വെച്ചല്ലേ പറയണേ, ജനുവരി മാസം താക്കോല് കൈമാറിയിട്ട് നമുക്ക് നേരിട്ട് കാണാം. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഈ ചേട്ടൻ എന്ത് ചോദിക്കാണ്ട്? ആരോട് ചോദിക്കാനുള്ളത്? വേഗം ചോദിച്ചോളൂ. ചോദിച്ചോ സോയ. അടുത്ത ചോദിച്ചോ, മൈക്ക് അടുത്ത് ചോദിച്ചോ. ഹലോ, ഈ തൃശ്ശൂർ കോർപ്പറേഷനകത്ത് നേരത്തെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. ഒന്നെനിക്ക് പറയാനുള്ളത്, DYFI കൊടുത്ത വീടുകളുടെ കുറിച്ച് കണക്കുകൾ പറഞ്ഞു. എൻ്റെ പ്രദേശത്തിനകത്ത് യൂണിറ്റ് കൊടുത്തത് 5000 രൂപയാണ്. എൻ്റെ മേഖലാ കമ്മിറ്റി കൊടുത്തത് 70,000 രൂപയാണ്. നിങ്ങൾ പിരിച്ചെടുത്ത തുക ഒരു മണ്ഡലം കമ്മിറ്റി എത്ര രൂപ വെച്ച് പിരിച്ചു നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ? അത് പറയാനായിട്ട് പറ്റില്ല. നിങ്ങൾ ഇതിനെ പറഞ്ഞിട്ടില്ല. നിങ്ങളിവിടെ കുടിവെള്ള കണക്കുകളെ കുറിച്ച് നേരത്തെ കൃത്യമായിട്ട് പറഞ്ഞു. കഴിഞ്ഞ തവണ കോർപ്പറേഷൻ ഭരിച്ചിരുന്ന ആളുകളാണ് ഇവര്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, 10 കൊല്ലം മുമ്പ്. അന്ന് ഈ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് ഓട്ടോറിക്ഷയിലും ബൈക്കിലും കുടിവെള്ളം കൊണ്ടുകൊടുത്തിട്ടുള്ള ആളുകളാണ് ഇവര്. ആ ആളുകളുടെ വീണ്ടും ഈ കോർപ്പറേഷന് ഭരണം കൊടുത്തു കഴിഞ്ഞാൽ ഈ കോർപ്പറേഷന്റെ ബിൽഡിങ്ങിന്റെ അടിയിലേ 4 വീല് ഘടിപ്പിച്ചിട്ട് ഒരു തള്ളി കൊണ്ടായിട്ട് DCC ഓഫീസിന്റെ മുമ്പിൽ കൊണ്ടു വയ്ക്കും. അങ്ങനെയുള്ള കള്ളന്മാരാണ് ഇവരെയാണ് നമ്മള് ഭരണേൽപ്പിക്കാനായിട്ട് പറയുന്നത്. കുടിവെള്ളത്തിന്റെ കാര്യം സോയ ഇവിടെ പറഞ്ഞു. ഒറ്റ കാര്യം പറയണം. എനിക്ക് അവസരം തരാത്തോണ്ടല്ല. ചോദ്യം BJPയോടും കോൺഗ്രസിനോട്, എന്നോട് ആരും ചോദിക്കില്ല. നമുക്ക് ഉത്തരം അല്ല, വളരെ കൃത്യമായി യൂത്ത് കോൺഗ്രസിന്റെ പണത്തെ പറ്റി യാതൊരു സംശയവും വേണ്ട. വളരെ കൃത്യമായി ഞങ്ങളെ സംബന്ധിച്ച് കണക്കുണ്ട്. ബാങ്കിൽ അത് വളരെ കൃത്യമായി ആ കണക്ക് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ലഭ്യമാക്കിയിട്ടുള്ളതാണ്. കൈരളി TV അത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ.
അത് കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ആരോട് അറിഞ്ഞൂടാ. ചോദിക്കാനുള്ളത്? ഇപ്പോഴും ഇപ്പോഴും കുടിവെള്ളത്തിന്റെ കാര്യം, ഇപ്പോഴും വരുന്ന വെള്ളത്തിന്റെ ഗുണനിലവാരം, നമ്മളൊക്കെ ഇവിടെ തന്നെ താമസിക്കുന്ന ആളുകളാ. അതുകൊണ്ട് വളരെ കൃത്യമായി നല്ല നിലവാരമാണ്. കുടിവെള്ളത്തിന്റെ ക്വാളിറ്റി കുടിവെള്ളം തെറ്റിദ്ധാരണ പെടാൻ പാടില്ല. ഇവിടുത്തെ പ്രത്യേകത എന്താ അറിയോ? മറ്റെല്ലാ കുടിവെള്ള സംവിധാനങ്ങളും ഈ പറഞ്ഞ ഡാമിന്റെ അടിയിൽ നിന്ന് എടുക്കാം, ചെളിവെള്ളം വരും. ഇവിടെ ഫ്ലോട്ടിംഗ് സംവിധാനം തൃശ്ശൂർ കോർപ്പറേഷൻ പ്രത്യേകം പീച്ചി ഡാമിൽ ഫ്ലോട്ടിംഗ്. എന്റെ റോസൽ രാജേ, അപ്പോ മേൽത്തട്ടിന്ന് വെള്ളം എടുത്ത് ആദ്യം ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റിലെത്തും, അവിടെ ശുചീകരണം നടക്കും. അത് കഴിഞ്ഞ് അണുവിമുക്തമാക്കും. അണുവിമുക്തമാക്കിയിട്ട് കുടിക്കാൻ വേണ്ടി പറ്റാ എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ അതിനെ കുറിച്ച് പഠിക്കുക. കോൺഗ്രസിന്റെ പ്രശ്നം ഇതാ, ഒരു നല്ല പ്രതിപക്ഷം. ഞാൻ നോക്കൂ, നമ്മുടെ ജനാധിപത്യം പ്രതിപക്ഷവും ആത്മാർത്ഥമായി ഒരു അവസരം തയോ ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ. ഈ ജനാധിപത്യം പൂർണ്ണമാവണമെങ്കിൽ ഭരണകക്ഷി പ്രതിപക്ഷവും നന്നായി ഇടപെടണം. ഇവർ ഇതിന്റെ ബേസിക് ആയ നോളേജ് പോലും കോർപ്പറേഷന്റെ പദ്ധതികളെ സംബന്ധിച്ച് ഇവിടെ വളരെ ശാസ്ത്രീയമായി സംഘടിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ്. മാലിന്യത്തിന്റെ കാര്യം പറഞ്ഞു, ശാസ്ത്രീയമായ ഈ രാജ്യത്ത് എല്ലാവരോടും കൂടി ഒരു കാര്യം ആദ്യം പറയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോക്കലായി നടക്കുന്നതാണെങ്കിലും എന്നെ സംബന്ധിച്ച് ഈ രാജ്യവും കേരളവും നമ്മൾ ജീവിക്കുന്ന സ്ഥലത്തൊക്കെ മതേതരപരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ വക്താവായിട്ടുള്ള ആള് പറഞ്ഞു എന്നോട് ചോദ്യങ്ങളില്ലാന്ന്. അപ്പൊ ഞാൻ കോമൺ ആയിട്ടുള്ള ആണെങ്കിലും താങ്കളോട് ഒരു കാര്യം പറയാണ്. ചോദിച്ചോ. ഇവിടെ ഈ ചർച്ച കാണുമ്പോൾ നമുക്ക് തോന്നും BJPയും CPM തമ്മിൽ ഭയങ്കര ശത്രുതയാണ്. ഇതിന്റെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിലേ, ഇവിടുത്തെ പൂരം കലക്കിയ വിഷയവുമായി ബന്ധപ്പെട്ട് 2 തവണ ADGP അജിത് കുമാറിനെതിരെ കുറ്റാന്വേഷണം നടത്തിയതിന്റെ ഭാഗമായിട്ട് 2 തവണ അദ്ദേഹത്തിന്റെ ഭാഗത്ത് വലിയ ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് പിണറായി വിജയന് അതിന്റെ എല്ലാ റിപ്പോർട്ടും കൊടുത്തിട്ട് അതിനെ നീക്കി വെച്ചുകൊണ്ട് ഇന്ന് എക്സൈസ് വകുപ്പിന്റെ DGP ആയിട്ടുള്ള ചുമതല കൊടുത്തു. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? അതല്ല, സുനിൽ കുമാറും കെ രാജനൊക്കെ എത്ര തവണ ഈ വിഷയം ഉന്നയിച്ച് സംസാരിച്ചു. ആ ഒരു ചോദ്യത്തിന് ഇതുവരെ ഒരു മറുപടി കൊടുത്തിട്ടില്ല. അത് മനസ്സിലാക്കുക. വേഗം ചോദിച്ചോളൂ, സമയമില്ല. എനിക്ക് സോയാ മേഡത്തിനോടാണ് ചോദിക്കാനുള്ളത്. അതായത് ഈ കോർപ്പറേഷനിൽ 40,000 പേർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട്. 40,000 പേർക്ക്. അതിൽ ഒരു 10,000 കോൺഗ്രസിന്റെ BJPന്റെ ആൾക്കാർക്കും കിട്ടുന്നുണ്ടാവും. 2,000. അത് മുടക്കാൻ വേണ്ടി നിങ്ങൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വരെ പോയി സമീപിച്ച്. എനിക്ക് സമയമില്ല. കോൺഗ്രസുകാർക്കും BJPക്കാർക്കും ഒക്കെ കിട്ടുന്നുണ്ടെങ്കിലേ പിണറായി വിജയന്റെ വീട്ടിൽ നിന്നല്ല, ഞാനും നിങ്ങളും നികുതി അടയ്ക്കുന്ന പണമാണ്. അപ്പൊ അതുകൊണ്ട് അത് സംസാരിക്കണ്ട. ഇതേ ഈ ക്യാഷ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അല്ല. ഭരണത്തിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് വരുമ്പോ ഇത് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് വന്നു. കോർപ്പറേഷൻ 40,000 പേർക്ക് പെൻഷൻ വിവരക്കേട് വിളിച്ചു പറയല്ലേ? വളരെ ശക്തമായ പോരാട്ടമായിരിക്കും ശക്തന്റെ തട്ടകത്തിൽ ഉണ്ടാവുക എന്ന കാര്യത്തിലും സംശയമില്ല. പൊളിറ്റിക്കൽ മാസിയോടെ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.